ഫ്ലവേഴ്സ് ഇവിടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഫ്ലവേഴ്സ് കോമഡി, ഇത് ഐറ്റം വേറെ. കാര്യക്കാരെ വിളിക്കാം. ലെറ്റ്സ് വെൽക്കം നസീർക്ക, ഷാജൻ ചേട്ടാ ആൻഡ് പ്രജോദ് ചേട്ടാ. നമസ്കാരം. നമസ്കാരം. എങ്ങനെയാ അപ്പം തുടങ്ങല്ലേ? ഒന്നും നോക്കണ്ട, തുടങ്ങിക്കോ. നിങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള കോട്ടയത്തിന്റെ കൊടയമ്പടി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് നമ്മുടെ കുടുംബത്തിലേക്ക്. ഓക്കെ, എല്ലാവർക്കും സ്വാഗതം, സുസ്വാഗതം. നമുക്ക് ചിരിക്കാം. ആദ്യത്തെ സ്കിറ്റ് ശ്യാം, ശംഭു, അങ്ങനെ ഇത് ഐറ്റം വേറെ. മിസ്റ്റർ ചെകട ബാബു, ആ ഉണ്ണികൃഷ്ണൻ ബസ് അങ്ങോട്ട് ഒതുക്കും, അങ്ങോട്ട് ഒതുക്കും, ബസ് അങ്ങോട്ട് ഒതുക്കും. എന്താ ഉദ്ദേശം? അല്ല, വയറ് കുറയ്ക്കാൻ ട്രെയിൻ വർക്കൗട്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു. ഗുഡ്. ഭക്ഷണമൊക്കെ എങ്ങനെയാ? രാവിലെ ഒരു കലം പഴങ്കഞ്ഞിയും ഒരു പോട്ടി, ഉച്ചയ്ക്ക് ചോറും 2 പ്ലേറ്റ് പോട്ടി, വൈകുന്നേരം ചോറും 4 പോട്ടി. ഞാനിത് എന്തെങ്കിലും കുറയ്ക്കണോ മാസ്റ്റേ? ഇതിൽ നിന്നൊന്നും കുറയ്ക്കണ്ട, പക്ഷെ റേഷൻ കാർഡ് എടുത്ത് വലിച്ചു കീറിയാൻ കളയാം. അയ്യോ, അത് വില കൊടുത്ത് അരി മേടിച്ച് കഴിച്ചു കഴിഞ്ഞാൽ നീ ഇങ്ങനെ കഴിക്കൂല. നീ നിന്റെ ചോറ് കഴിക്കൽ എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു? അല്ല, ഈ ചോറും പോട്ടിയും ഭയങ്കര ഇഷ്ടമാണ് സാറേ. നീ ചോറുമായിട്ടാണ് പോട്ടിന്ന് എനിക്ക് തോന്നുന്നു. ഇനി മേലല്ല അങ്ങനെ ചെയ്യരുത്. ഞാൻ എന്തിനാണ് ഈ സ്ഥാപനം ഇട്ടേക്കെന്നറിയോ? ഇല്ല. എനിക്കൊരു പുതിയ മിസ്റ്റർ കോട്ടയത്തെ സൃഷ്ടിക്കണം. പക്ഷെ ഈ നിത്യഗർഭിണിയിൽ നിന്ന് ഞാൻ എങ്ങനെ മിസ്റ്റർ കോട്ടയത്തിലേക്ക് എത്തും? അത് ഞാൻ ആലോചിക്കുന്നത്. അല്ല, മാസ്റ്ററിന്റെ ആശയം കൊള്ളാം. ഓൾറെഡി ഒരു കോട്ടയം ജില്ല നമുക്കുണ്ടല്ലോ. ഉണ്ട്. ഇനി വേറൊരു കോട്ടയം ജില്ല ഉണ്ടാക്കണമെങ്കിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ വേണം, ഒരു കോട്ടയം മെഡിക്കൽ കോളേജ് വേണം. ഭയങ്കര പണച്ചെലവാണെന്ന്. ഞാനാണെങ്കിൽ 500 ഫീസ് അല്ലാതെ 10 പൈസ ഞാൻ തരൂല. മനസ്സിലായോ? മാസാമാസം 500 രൂപ വെച്ച് അങ്ങോട്ട് കൊടുക്കണ്ടായിരുന്നെങ്കിൽ ഇങ്ങോട്ട് വിളിച്ചു വരുത്തണ്ട. പരിപാടിയായി പോയി ഭഗവാനെ. ഇന്ന് എനിക്ക് എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കണം. ഇന്ന് എല്ലാത്തിനും തീരുമാനം ഉണ്ടാക്കിയിട്ടേ ഞാൻ പോകത്തുള്ളൂ. നാട്ടുകാർ മൊത്തത്തിൽ ഇവിടെ ഉണ്ടല്ലോ. കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണം. ഈ ജിമ്മിൽ വണ്ണം കുറയ്ക്കുവാൻ വേണ്ടി എന്റെ ഭാര്യ വീണയെ ഞാൻ ഇവിടെ കൊണ്ടുവന്നു 3 മാസങ്ങൾക്ക് മുമ്പ്. ഇവിടെ ട്രെയിനിങ്ങിന് നിന്ന ഒരു കൊച്ചു പേട്ടി ചെറുക്ക അവളെയും തട്ടിക്കൊണ്ട് ഇവിടെ 3 മാസം കൊണ്ട് ഞാൻ ഇവിടെ കയറി ഇറങ്ങിയാണ്. ഈ ജിമ്മ് വണ്ണം കുറയ്ക്കുന്ന ജിമ്മല്ല, കുടുംബങ്ങളുടെ എണ്ണം കുറയ്ക്കുന്ന ജിമ്മാണ്. എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ ഈ അമേരിക്കൻ അച്ഛൻ ഇവിടുന്ന് പോകുള്ളൂ. എന്റെ ഭാര്യയുടെ കാര്യത്തിൽ എന്ത് തീരുമാനമായി? എന്റെ ഭാര്യ തിരിച്ചു കാണോ? എന്റെ ഭാര്യ വീണത്താ, എന്റെ ഭാര്യ വീണത്താ, എന്റെ ഭാര്യ വീണത്താ. എടേ, നിങ്ങളെ ഭാര്യ വീണെങ്കിൽ നിങ്ങൾ ആശുപത്രി കൊണ്ടുപോകണം. എന്റെ ഭാര്യ വീണപ്പോ ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞ അതെന്തൊരു ന്യായം അത്? എടാ, അതല്ലെന്ന്. പിന്നെ ഒരു 3 മാസത്തിന് മുമ്പ് എന്റെ ഭാര്യ ഇവിടുന്ന് ഒരു പയ്യനോട് ഒളിച്ചോടിപ്പോയി. അയ്യോ, എന്റെ ഭാര്യ പോയതിൽ തനിക്ക് എന്താണ് അഭിപ്രായം? നല്ല അഭിപ്രായമുള്ളതല്ല വിളിച്ചോണ്ട് പോയത്. അതിനോട് വെച്ചിട്ട് കാര്യമില്ല. ഇങ്ങോട്ട് വേണോ? എന്റെ ഭാര്യ പോയതിൽ തനിക്ക് എന്താണ് അഭിപ്രായം? അതായത് നമ്മള് വേറൊന്നും അല്ല മാഷെ, നമ്മുടെ ഈ സർക്കാരിന്ന് നമുക്കൊരു നിയമം പാസ്സാക്കിയിട്ടുണ്ട്. അതായത് ഈ ഒരു സ്ത്രീക്ക് ഇഷ്ടമുള്ള പുരുഷനുമായിട്ട് ജീവിക്കാന്നുള്ള ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് നമുക്ക് അതിൽ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. തന്റെ ഭാര്യയുടെ ഇങ്ങനെ പോയെങ്കിൽ താൻ ഇത് പറയോ? അയ്യോ, അത് സർക്കാരിന്റെ നിയമം നോക്കൂല, എന്റെ നിയമം എന്റെ വീട്ടിൽ നോക്കൂ. ഞാൻ പറയുന്നതിന്റെ അപ്പുറം അവൾ അടങ്ങൂല. അതാണ് നമ്മുടെ സർക്കാരായാലും നിയമമായാലും എന്റെ വീട്ടിന്റെ ഗേറ്റിന്റെ അപ്പുറത്ത് നിർത്താൻ എനിക്കറിയാം. എന്റെ ഭാര്യ വീണ എങ്ങനെ അത്താഴം കഴിക്കുമോ എന്തോ രാത്രി. ഞാൻ പാട്ട് പാടാതെ അവൾ അത്താഴം കഴിക്കത്തില്ല. എപ്പോഴും അവളുടെ മുമ്പിൽ ഞാൻ പാടുമായിരുന്നു. രാത്രി എന്താ കഴിക്കുന്നേ ഭാര്യ? പൊറോട്ട ഇറച്ചി. അത് ദഹിക്കാൻ വേണ്ടിട്ടായിരിക്കും അല്ലേ? നമ്മളിവിടെ കൈയെടുത്ത് വെച്ചോ. എന്തിനാ? ഇതുപോലത്തെ പാട്ട് വന്നാലേ കൈ ഫ്രീ ആയിട്ടിരുന്നാൽ ശരിയാവും. ഈ പാട്ട് കേട്ട് കഴിഞ്ഞാൽ വയറ് കുറയും. അതെങ്ങനെ വയറ് കുറയും? മാസ്റ്റർ ഇപ്പൊ പറഞ്ഞത് ചിക്കൻ പൊറോട്ട ദഹിക്കാനാണ് പാട്ട് പാടുന്നത്. നിനക്കൊരു കുറവില്ലെങ്കിൽ നീ ഡോക്ടറെ കൊണ്ട് ഒരു അമേരിക്കക്കാരനായ എന്നെ വിട്ടിട്ട് എന്റെ ഭാര്യ എന്തിനു പോയെന്നാണ് എന്റെ സംശയം ഇപ്പോഴും. അമേരിക്കക്കാരൻ എന്റെ ഒരു പാപ്പനുണ്ടായിരുന്നു അമേരിക്ക. ഓഹോ, അയ്യോ, അമേരിക്ക പാപ്പുണ്ടാ? എനിക്കിവിടുത്തെ ഒരു പാപ്പം. അമേരിക്ക പാപ്പനല്ല, പാപ്പം എന്നാണ്. അമേരിക്കയിൽ എന്റെ ഒരു പാപ്പനുണ്ടായിരുന്നു. ഈ കക്ഷി ഇതുപോലെ അമേരിക്കയിൽ വെച്ച് ഒരു പെങ്കൊച്ചിനെ കല്യാണം കഴിച്ചു. ഓഹോ, ഒരു അമേരിക്കക്കാരൻ ഈ പെങ്കൊച്ചിനെ തട്ടിക്കൊണ്ടങ്ങ് പോയി. നേരെ പാപ്പ ലണ്ടനിൽ വന്നു. ഒരു ലണ്ടൻകാരിയെ കല്യാണം കഴിച്ചു. ലണ്ടനിൽ ഒരു ചെറുപ്പക്കാരൻ ഈ പെണ്ണിനെ കൊണ്ടങ്ങ് പോയി. നേരെ ചൈനയിൽ വന്നു. ചൈനക്കാരിയെ കല്യാണം കഴിച്ചു.
ഒരു പാകിസ്ഥാൻകാരൻ ചൈനക്കാരിയെ കൊണ്ടങ്ങ് പോ- അതെങ്ങനെ ശരിയാവും? ഹേ, എന്താണ് അമേരിക്കക്കാരിയെ അമേരിക്കക്കാരൻ തട്ടിക്കൊണ്ട് പോയി, ഓക്കെ. ലണ്ടൻകാരിയെ ലണ്ടൻകാരൻ തട്ടിക്കൊണ്ട് പോയി, ഓക്കെ. ഈ ചൈനക്കാരി എങ്ങനെ പാകിസ്ഥാൻകാരൻ തട്ടിക്കൊണ്ട് പോകും? ഇത് നടക്കൂല ഞാനിത് വിശ്വസിക്കൂല. ഈ അമേരിക്ക പാകിസ്ഥാൻ ഒട്ടും ചേരൂല. എനിക്ക് അതാണ് സംശയം, ഡൗട്ട് വരുന്നത് അതാണ്. ഈ മാസം ഫീസ് അടച്ചായിരുന്നു അല്ല ചേരും. അല്ല പേര് ഒന്നുകിൽ ഫീസ് അടയ്ക്കണം, അല്ലെങ്കിൽ ഒരു കള്ളക്കഥ കേൾക്കാൻ കൂട്ടും. രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യാം കേട്ടാ. ഒരു മനുഷ്യൻ പറയുമ്പോഴേ രണ്ടും ചെയ്യാതെ എന്ന് കഴിഞ്ഞാ എന്ത് ദേഷ്യോ? ഞാൻ നിങ്ങളെ നേരത്തെ കണ്ടിട്ടുണ്ട്. നിങ്ങളെ വീടെവിടാ? ഇവിടുന്ന് വളവ് തിരിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോ ഒരു ഡോഗ്മാൻ പട്ടിയുള്ള ഒരു വീടുണ്ട്. ആ വീട് കഴിഞ്ഞ് അങ്ങോട്ട് അപ്പുറത്തോട്ട് പോകുമ്പോ ഒരു ഡാഷ് വീട് പട്ടിയുള്ള ഒരു വീടുണ്ട്. അതും കഴിഞ്ഞ് അപ്പുറത്തോട്ട് പോകുമ്പോ ഒരു ലാബ് പട്ടിയുള്ള ഒരു വീടുണ്ട്. ഇത് കഴിഞ്ഞ് ഒരു ഗേറ്റ് ഉണ്ട്, വലിയ ഒരു സിംഹത്തിന്റെ തലയുള്ള വീട്. അതാണ് എന്റേത്. പറച്ചിലേട്ട തോന്നും ആ പട്ടികളെല്ലാം ഡെമ്മിയും ആ സിംഹം ഒറിജിനലാണ്. സിംഹം അല്ലേ അത്? അതിന് ഇത്രയും ബൂസ്റ്റപ്പ് എന്തിന്? അതെ, എന്റെ ഈ 2 വിരലുകളുടെ കൈകൾ കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ സിംഹമാണത്. ഉണ്ടാക്കിയ സിംഹമായി പോയി. പോലീസ് സ്റ്റേഷനിൽ ഞാൻ കേസ് കൊടുക്കാൻ പോവുകയാണ്. ഞാൻ ചെന്നപ്പോ എസ് ഐനോട് ചോദിച്ചു, തനിക്ക് ഇതേ ഉള്ളോ പരിപാടി എന്ന്. അതെന്തിനാ? ഞാൻ ഇതിനു മുമ്പ് 2 കല്യാണം കഴിച്ചായിരുന്നു. അങ്ങ് അമേരിക്കയിൽ നിന്ന്. ഞാൻ അമേരിക്കയിൽ നിന്ന് കല്യാണം കഴിച്ച ഒരു പെണ്ണിനെ ഇവിടെ കൊണ്ടുവന്നു. ഒരു തേങ്ങാ വെട്ടുകാരൻ വാസു അവളെ വിളിച്ചോണ്ടങ്ങ് പോയി. എന്നിട്ടിപ്പോ വാസു ഇപ്പം വെട്ടുകത്തിയും കൊണ്ട് ഇപ്പൊ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണ്. പിന്നെ തെറ്റിക്കുന്നവരെ വെട്ടുകത്തി വെച്ചല്ലേ വെട്ടുന്നത്. 5 മൊബൈലാ വെട്ടി അവൻ വീഴ്ത്തിയത്. അവസാനം അവരോടുള്ള പകരം തീർക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഒരു പെണ്ണിനെ കെട്ടി ഞാൻ നേരെ അമേരിക്കയിലോട്ട് പോയി. പക്ഷേ അവളെ ഒരു അമേരിക്കക്കാരൻ തട്ടിക്കൊണ്ട് പോയി. അല്ല നിങ്ങൾക്ക് അമേരിക്കയിൽ എന്താണ് ബിസിനസ്? എനിക്ക് അങ്ങനെ പ്രൊഫഷൻ ഒന്നും ഇല്ല. നല്ലൊരു പ്രൊഫഷണൽ ഉണ്ടല്ലോ, കാർഗോ. കാർഗോയാ? ഓ, അമേരിക്ക ഇവിടെ കൊണ്ടുവരുന്നു, ഇവിടെ അവിടെ അതൊക്കെ പ്രൊഫഷണൽ ആയിട്ട് എടുക്കാം നമുക്ക് എല്ലാവർക്കും. പോയത് പോട്ടെ, എന്റെ ഭാര്യ ഇവിടെ വന്ന് നിന്നിട്ട് അവിടെ വയറ് കുറഞ്ഞില്ല, വണ്ണം കുറഞ്ഞില്ല. അതെന്താ? അതിന് കാരണമുണ്ട്. ഇവിടെ വരണമെങ്കിൽ വർക്കൗട്ട് ചെയ്യണം. അല്ലാതെ ഇവിടെ വന്നിരുന്നു ഈ സാധനങ്ങളെ നോക്കി നുണ പറഞ്ഞുകൊണ്ടിരുന്ന മൊബൈലിൽ കളിച്ചോണ്ടിരുന്നത് എങ്ങനെ വണ്ണം കുറയും? അല്ലെങ്കിൽ തന്നെ പോലുള്ളവർ ഇങ്ങനെ പറയുള്ളൂ. ഇവിടെ കൊണ്ടാക്കിയതാണല്ലോ. അങ്ങനെ വല്ല കരോട്ട ക്ലാസ്സിലാണോ കൊണ്ടുപോയിരുന്നെങ്കിൽ അവളെ തടിയും കുറഞ്ഞാൽ അവള് കരോട്ട എങ്ങനെ പഠിച്ചാലായിരുന്നു. നിങ്ങൾ അങ്ങനെയുള്ള ന്യായമൊന്നും പറയരുത്. ഇവിടെ ജിമ്മായി ഒരു ട്രെയിനറാണോ നിങ്ങളെ ഈ ഇത്രയും നിങ്ങളെ വായിക്കുന്നത് കേട്ടത്? ഒരു കരോട്ടക്കാരൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ അവൻ കാല് മടക്കി പടിലി അടിക്കുന്നതിനായിരുന്നു. ഈ പടിലി അടിക്കുമ്പോഴത്തേക്ക് ഇവിടെ ഒരു മുഴ വരും. അറിയാം? അതങ്ങനെ നിങ്ങൾക്ക് അറിയാം? ഇത് കണ്ട അങ്ങനെ വരും. ഈ കരോട്ടക്കാരന്മാരെ കാര്യം പറഞ്ഞപ്പോഴാണ് ജംഗ്ഷനിൽ വെച്ച് ഒരു 16 കരോട്ടക്കാരന്മാരെ എന്നെ ചുറ്റും അങ്ങ് വളഞ്ഞു. ഒത്ത നടുവിൽ ഞാൻ നിൽക്കുവാണേ. 16 കരോട്ടക്കാര് വളഞ്ഞിങ്ങനെ നിൽക്കും ഒത്ത നടുവിൽ ഞാൻ. എന്നിട്ട് 16 കരോട്ടക്കാര് വളഞ്ഞിങ്ങനെ നിൽക്കുന്നു ഒത്ത നടുവിൽ ഞാൻ. എന്നിട്ട് ഒറ്റയ്ക്ക് നേരെ ഞാൻ ആശുപത്രി പോയി. അതെന്തിനാ ഒറ്റയ്ക്ക് ആശുപത്രി പോയത്? ഈ കരോട്ടക്കാരന്മാർക്ക് അടിക്കുകയും പിന്നെ ആട്ടോ വിളിച്ച് ആശുപത്രി കൊണ്ടാക്കാൻ പറ്റുമോ? രണ്ടുമേ അവർ നമ്മളെ അതാണ് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം. അതെ, ഇതേ കണക്ക് എനിക്ക് സംഭവം ഉണ്ടായി. എന്ത് പറ്റി? പാളയത്തുനിന്ന് ഒരു ടീം അടിക്കാൻ വന്നു. ഓ, എന്റെ വീടങ്ങ് വളഞ്ഞു. എന്നിട്ട് വളഞ്ഞ പിന്നെ ടാർപ്പേട്ട് ഇവിടെ എല്ലാവരും വളഞ്ഞു പോയി. ഇനി ഇവരെല്ലാരും കൂടെ ഈ കമ്പും കൊടിയൊക്കെ വെച്ച് കെട്ടി വീടങ്ങ് നേരെ കെട്ടി തന്ന് എളുപ്പങ്ങാലത്താണ് പാവപ്പെട്ടവര് പോയത്. അപ്പൊ തന്നെ തല്ലിയില്ലേ? അതങ്ങനെയാണ്. അവന്മാർ വീട് വെച്ച് അവർ തള്ളിയും കൂടെ ചെയ്യണം. അത് മോശമല്ലേ? ഇപ്പൊ അവർ അടിപിടിയൊന്നും ഇല്ല. ഇപ്പൊ അവർ ആൾക്കാർക്ക് വീട് വെച്ച് കൊടുക്കുകയാണ്. ഓ, പാളയം പാർപ്പിട ഭവന പദ്ധതി. എക്സ്ക്യൂസ് മീ, ഞാൻ ആകപ്പാടെ വിഷമത്തിൽ നിൽക്കാൻ. എനിക്ക് നിങ്ങളോട് സംസാരിക്കേണ്ടിരിക്കുന്ന ഒരാളല്ല. ഞാനൊരു അമേരിക്കൻ സിറ്റിസൺ ആണ്. ഈ സിറ്റിസൺ എന്ന് പറയുമ്പോ അതായത് നമ്മൾ ഈ ഗ്രാമങ്ങളിൽ കല്യാണം കഴിക്കുമ്പോൾ നമുക്ക് കല്യാണം കഴിച്ച് കൊച്ചുങ്ങളൊക്കെ ഉണ്ടാവില്ലേ? പുള്ളി അമേരിക്കയിൽ കല്യാണം കഴിച്ച ആ സിറ്റിയിൽ ഒരു സണ്ണുണ്ടെന്ന്, ഒരു കൊച്ചുണ്ടെന്ന്. അതാണ് അമേരിക്കൻ സിറ്റിസൺ. അല്ല, സണ്ണിന് വേറെ സംഭവങ്ങളുണ്ടല്ലോ. സൂര്യൻ എന്നും കൂടെ ഒരു അർത്ഥമില്ല. അമേരിക്ക സൂര്യൻ അങ്ങനെ വരാ. ഏതൊരു പഠിച്ചായിരുന്നു? 4ാം ക്ലാസ്സിൽ 4 കൊല്ലം. അപ്പൊ അങ്ങനെ വരൂ. എനിക്ക് വിഷമമൊന്നുമല്ല. വീണ പോയതിനു ശേഷം വീട്ടില് പുക അടഞ്ഞിട്ടില്ല, കത്തിയിട്ടില്ല, പുകയില്ല. അയ്യോ, അത് ആലുവ അടുപ്പായോണ്ടാണ് ഈ പുക വരാത്തത്. അതിന് പുക വരൂല. അങ്ങനെ ഒരാളൊരു വിഷമം പറയുമ്പോ ഇങ്ങനെയാണ് പറയുന്നത്. അങ്ങനെയാണ് പറയുന്നത്. ആലു അടുപ്പെന്നാണ്. പുള്ളിയുടെ ഭാര്യ പോയ വിഷമം പറഞ്ഞല്ലേ? പുക വരൂല അതിനകത്ത്. ഇത് ഗ്യാസിന്റെ ബുക്കുമല്ലോ ആ കൊച്ചെടുത്തോണ്ട് പോയിട്ടുണ്ടോ? അതിന്റെ വിഷമം ഒരിക്കലും അല്ല. അങ്ങനെ അല്ലേ വരാൻ പറ്റും. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. പോയത് എന്റെ ഭാര്യയാണ്. എനിക്കാണ് വിഷമം. ഞാൻ വിഷമത്തോടെ നടക്കേണ്ട അറിയാമോ? ഞാൻ തിരിച്ച് അമേരിക്കയിലോട്ട് പോകും. ഹലോ മാഷേ, ഒരു ഭാര്യ പോയെന്നും പറഞ്ഞ് അങ്ങനെ വിഷമിച്ച് നിൽക്കരുത്. പെണ്ണ് പോയാൽ വേറെ പെണ്ണ് വരുമെന്ന്. നമുക്ക് വേണ്ടത് ആരോഗ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് തന്നെ ഈ ജിമ്മിൽ ജോയിൻ ചെയ്തിട്ട് വർക്കൗട്ട് തുടങ്ങിക്കോ. അതെന്ത് ന്യായോട്? എന്റെ ഭാര്യ ഇവിടെ വന്നതുകൊണ്ടല്ലേ അവൾ ഇവിടെ വേറെ പോയത്. പിന്നെ ഞാൻ ഇവിടെ വന്ന് വർക്ക് ചെയ്തിട്ട് എന്ത് കാര്യം? ഇതേ കഴിഞ്ഞ 12 വർഷം മുമ്പ് എന്റെ ഭാര്യ എന്നെ കളഞ്ഞിട്ടോട് ഞാൻ ഇവിടെ വന്ന് വർക്കൗട്ട് ചെയ്യുന്നില്ലേ? പിന്നെ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്താൽ എന്താ കുഴപ്പം? എന്താ പറഞ്ഞു മനസ്സിലായില്ല? അല്ലെങ്കിൽ ക്ലൈമാക്സ് ഇങ്ങനെ പറയൂ.
നല്ല അടിപൊളി സ്കിറ്റായിരുന്നു. ഒരു വലിയ ഗൈഡ് വരട്ടെ. നസീർക്ക നല്ല സ്കിറ്റായിരുന്നു കേട്ടോ, രസമുണ്ടായിരുന്നു. കാര്യം ഒരു ചെറിയ ത്രെഡ് വെച്ചിട്ട് ഉള്ള ഒരു കളിയാണ്. വീണയെ കാണാതെ പോയ പ്രശ്നം വെച്ചിട്ട് നിങ്ങളത് മനോഹരമായിട്ട് ചെയ്തു കേട്ടോ. നിങ്ങൾക്കിപ്പം സീസണാണ്, സമയമില്ല, റിഹേഴ്സലിനൊക്കെ സമയമില്ല എന്ന് അതുണ്ടെങ്കിൽ തന്നെ നിങ്ങളത് മനസ്സിലിരുത്തി നിങ്ങളത് ഇവിടെ കളിച്ചു എന്നുള്ളതാണ് സത്യം. അതായത് അംഗീകരിക്കേണ്ട കാര്യമാണ്. കാര്യം എത്ര തിരക്കുണ്ടെങ്കിലും നമ്മൾ കയറി വന്നൊരു വഴി ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നുണ്ടല്ലോ, അതൊരു വലിയ കാര്യം തന്നെയാണ്. നമുക്കതാണ് വേണ്ടത്. തീർച്ചയായിട്ടും ഈ ഒരു ദിവസം കൊണ്ട് ആയിരിക്കും ഇതെല്ലാം തട്ടിക്കൂട്ടി ഉണ്ടാക്കിയെടുത്തത്. പക്ഷെ നമുക്കത് ഫീൽ ചെയ്യത്തില്ല. കുറേ ദിവസം നമ്മൾ ഗ്രൂമേഴ്സിനെയൊക്കെ കാണിച്ച് റിഹേഴ്സൽ ചെയ്ത് കൊണ്ടുവന്ന ഒരു ഐറ്റമായിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. കാര്യം ഇപ്പോൾ സീസണാണ്, എല്ലാവർക്കും പ്രോഗ്രാം ഉണ്ടെന്ന് നമുക്കൊക്കെ അറിയാതെ. വളരെ മനോഹരമായിട്ട് 3 പേരും. ശ്യാം ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് കയറിയിട്ട് ചെറിയ സാധനങ്ങൾ ഇട്ട് കൊടുത്തത് ഫില്ല് ചെയ്ത് പോയി. സെൽവനൊന്ന് പതുക്കെ ഒന്ന് ഒതുങ്ങി. പിന്നെ ശംഭുവിൻ്റെ ഫീലിംഗ് മനസ്സിലാവും. 3 മാസം മുമ്പ് കൊണ്ട് അയക്കിയതാണ്, അത് 3ാമത്തെയാണ്. ആ ഫീലിംഗ് നിൽക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ശ്യാമിൻ്റെ ആ കൗണ്ടറിലാണ് ഇതിനെല്ലാം ജോയിൻ ചെയ്ത് പോയത്. എന്തായാലും വളരെ മനോഹരമായി. ഓൾ ദ ബെസ്റ്റ് 3 പേർക്ക്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ചിരിക്കാനുണ്ടായിരുന്നു എന്നുള്ളതാണ് കൂടുതലും. പിന്നെ ഏറ്റവും കൂടുതലൊരു ഈ നസീർക്ക പറഞ്ഞ പോലെ നിങ്ങൾക്കെല്ലാം ഇഷ്ടംപോലെ പ്രോഗ്രാംസ് ഉള്ള സമയമാണ്. ഇഷ്ടംപോലെ പ്രോഗ്രാം ഉണ്ടെങ്കിൽ പോലും എനിക്കൊന്ന് ഗ്രൂമേഴ്സിനെ ഏറ്റവും കൂടുതൽ അനുസരിക്കുന്ന 3 ആർട്ടിസ്റ്റുകളാണ് നിങ്ങൾ 3 പേരും. കാര്യം വന്നു, ഒരു സംഭവം പ്ലാൻ ചെയ്തു, അത് വൃത്തിയായിട്ട് കളിക്കുക എന്നുള്ളത് നിങ്ങൾ 3 പേരും വളരെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ശ്യാം രസമുണ്ടായിരുന്നു കേട്ടോ, നല്ല ടൈമിംഗ് ആയിരുന്നു ശ്യാമിൻ്റെ ടൈമിംഗ് എല്ലാം. അതുകൊണ്ട് കറക്റ്റായിട്ട് അതിനെല്ലാം ചിരി വീണു. പിന്നെ സെൽവൻ അറിയാം ഈ ക്ലൈമാക്സിലേക്ക് വരുമ്പോഴത്തേക്ക് ഇതെങ്ങനെ കാര്യം നിങ്ങളെ ഏറ്റവും വലിയ ഗുണം നിങ്ങളത് എൻജോയ് ചെയ്ത് കളിക്കുന്നുണ്ട്. നമുക്കത് അറിയാൻ പറ്റും അതെങ്ങനെയൊക്കെയാണ്. നിങ്ങൾ തന്നെ മാറി ചിരിക്കുന്നുണ്ട്. ശംഭു അടിപൊളിയാണ് കേട്ടോ. ശംഭുവിൻ്റെ ക്യാരക്ടർ പരിപാടികളൊക്കെ നന്നായിരുന്നു, ഗംഭീരമായിരുന്നു. 3 പേര് നന്നായിട്ട് ചെയ്തു, അടിപൊളി. താങ്ക് യു ഷാജുചേട്ടാ. നല്ല സ്കിറ്റായിരുന്നു. നല്ല സ്കിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ ചിരിക്കാൻ പറ്റി. അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ശംഭു നല്ല കോസ്റ്റ്യൂം കേട്ടോ. ശംഭു സീരിയസ്ലി നന്നായിട്ടുണ്ട്. ശംഭുവിന് സ്ഥിരം കാണുന്ന ഗെറ്റപ്പിൽ നിന്ന് മാറിയിട്ട് വേറൊരാൾ വന്ന് നിൽക്കുന്ന പോലെ ശംഭു ആ ഒരു മാനറിസം ഒക്കെ പിടിച്ച് നന്നായിട്ട് ശംഭു ചെയ്തു. ശ്യാമേ കാലക്കനായിരുന്നു ശ്യാമിൻ്റെ കുറേ കാര്യങ്ങൾ അടിപൊളിയായിരുന്നു. ആദ്യം അത് തള്ളിക്കൊണ്ട് വന്നപ്പോൾ മുതൽ ഇടയ്ക്കിടയ്ക്ക് കുറേ കൗണ്ടറുകൾ. ചെലവാ അടിപൊളിയായിരുന്നു. ചെലവൻ ഞാൻ ചിരിച്ചു വരാൻ പറയും. ചെലവൻ ശ്യാമനോട് എന്തൊക്കെയോ പറഞ്ഞിങ്ങനെ വരുമ്പോൾ ശംഭു ഇങ്ങനെ ചെലവൻ എന്ത് ദേഷ്യം ദേഷ്യത്തിലാണോ? അങ്ങനെ നിന്നാണോ സ്കിറ്റിനകത്തുള്ളതാണോ അതോ വേറെ അടുത്ത് ആലോചിച്ചതാണോ? അതോ എനിക്കിപ്പോഴും ഒരു ഡൗട്ടുണ്ട്. കാരണം ചോദിച്ചിട്ട് 2 മിനിറ്റ് പുള്ളിക്കണം. ചെലവൻ പോകുന്ന പോക്കിനിത് കണ്ടത്. അങ്ങനെ നിങ്ങൾ എൻജോയ് ചെയ്താണ് ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് നമ്മൾ കാണുന്നവരെയും നമ്മളെ ചിരിപ്പിക്കുക എന്നുള്ളതാണല്ലോ ആ പ്ലോട്ട് എന്താണ് നിങ്ങൾ എടുത്തുകൊണ്ടൊരു സബ്ജക്റ്റിൻ്റെ ഒരു സ്ഥിരം ഒരു സബ്ജക്റ്റ്. ഒരു ജിമ്മ് പരിപാടികളൊക്കെ തന്നെയാണെങ്കിലും നമ്മൾ ഇതുവരെ ജിമ്മിൽ കേൾക്കാത്ത കുറേ തമാശകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. കുറേ എൻജോയ് ചെയ്യാൻ പറ്റി. അടുത്ത തവണ വരുമ്പം ഇതിലും ഗംഭീര പൊട്ടിച്ചിരികളായിട്ട് വരാൻ പറ്റട്ടെ കേട്ടോ. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. അപ്പോ ജിമ്മിന്റെ മാർക്സ് നസീർക്ക. ഞാനൊരു 20,000 രൂപ കൊടുക്കാം. 20,000 രൂപ കാലക്ക് ചേട്ടാ. ഞാനും കുറയ്ക്കുന്നില്ല, ഞാനൊരു 15,000 രൂപ കൊടുക്കും. അപ്പൊ ടോട്ടൽ 35,000 രൂപ ആയിട്ടുണ്ട്. പ്രചോദേട്ടാ അപ്പോൾ അതാ പിടിച്ചോ, ഞാൻ തരാം. ബാക്കി ഇതാ പിടിച്ചോ. ടോട്ടൽ എമൗണ്ട് 65,000 രൂപ. നല്ല അടിപൊളി എമൗണ്ട്. അപ്പോ ചോറും പോട്ടി. ഓക്കെ ഓക്കെ, ചോറും പോട്ടി. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ ലിറ്റിൽ സൂപ്പർ സ്റ്റാർസ് ആണ് പെർഫോം ചെയ്യാൻ വരുന്നത്. അനിരുദ്ധ് ഉണ്ട്, സൈന്ധവ് ഉണ്ട്, ഇവരുടെ കൂടെ ദേവി ലക്ഷ്മി. ആഹാ, പൊളി പൊളി പൊളി. ഐറ്റം വേറെ. ആ മ്യൂസിക് ഒന്ന് നിർത്തണേ. ഒരു അനൗൺസ്മെന്റ് ഉണ്ട്. നമ്മളേവരും കാത്തുനിന്ന ആ ഡാൻസ് കോമ്പറ്റീഷൻ ഇതാ ആരംഭിക്കാൻ പോവുകയാണ്. നമ്മുടെ സ്വന്തം ചെല്ലപ്പൻ നായരുടെ ഭാര്യ 1 ലക്ഷം രൂപ ചെലവാക്കി നടത്തുന്ന ഡാൻസ് കോമ്പറ്റീഷൻ ആണ് ഇവിടെ തുടങ്ങാൻ പോകുന്നത്. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ വിധികർത്താവിനെ സ്വാഗതം ചെയ്യാം. നമ്മുടെ വിധികർത്താവ് ആരാണെന്ന് അറിയണ്ടേ? അദ്ദേഹത്തിന്റെ അവാർഡുകളൊക്കെ അറിയണ്ടേ? പിന്നെ ഗജമാണിക്യം, ഗജ സാമ്രാട്ട്, ഗജ വൈഡൂര്യം എന്നതാ ആരെയാണോ വരാൻ പോകുന്നത്? അതല്ലെന്ന് പുള്ളിക്ക് കിട്ടിയ പട്ടങ്ങളൊക്കെ പറഞ്ഞതാണ്. നമ്മുടെ സ്വന്തം വിധികർത്താവ് അരമണ്ഡലം അരവിന്ദൻ സാറിനെ സ്വാഗതം ചെയ്യാം. അതെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇവിടെ എന്നെ അല്ലാതെ വേറെ ജഡ്ജിനെ ഏർപ്പെടുത്തിയിട്ടുണ്ടോ? എന്താ അങ്ങനെ ചോദിച്ചാ? അല്ല, ഭാർഗവനെ സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞു. ദൈവമേ, ഭാർഗവനെ സ്വാഗതം ചെയ്യുന്നു എന്നല്ല,
ഹാർദവുമായി മാഷിനെ സ്വാഗതം ചെയ്യുന്നു. ഓ, അങ്ങനെയാണോ? പിന്നെ ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ. അതെ. നൃത്തം കഴിഞ്ഞിട്ടാണോ പെർഫോമൻസ്, അതോ പെർഫോമൻസ് കഴിഞ്ഞിട്ടാണോ നൃത്തം? പെർഫോമൻസ് കഴിഞ്ഞിട്ട് നിർത്തണോ വേണ്ടേ എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാം. പക്ഷെ മാഷ് ഇപ്പൊ ഇതിനല്ലല്ലോ ഇവിടെ വന്നത്. പിന്നെ വിധി കർത്താവായിട്ടല്ലേ വന്നത്. ഇന്നത്തെ എന്റെ വിധി കർത്താവിനറിയാം. മാഷെ അങ്ങോട്ടിരുന്നോ മാഷെ. ശരി ശരി. മാഷെ, ആ, അർച്ചന പുരുഷോത്തമൻ. അതിവിടെ പറയേണ്ട കാര്യം എന്ത്? തന്റെ അത്ര പുരുഷോത്തമൻ എന്ന്. അതാണോ ഞാൻ പറഞ്ഞത്? പിന്നെ അടുത്ത് ഡാൻസ് കളിക്കാൻ വരുന്ന കുട്ടിയുടെ പേരാ പറഞ്ഞേ. അർച്ചന പുരുഷോത്തമൻ. എന്റെ അമ്മോ, വലിയ ഡാൻസർ ആണ്. അവരെ പെർഫോമൻസ് കണ്ടാലേ രോമാഞ്ചം വരും. പറഞ്ഞപ്പോ തന്നെ രോമാഞ്ചം വന്നത് കണ്ടാ? അതാണ് അർച്ചന പുരുഷോത്തമൻ. എന്റെ അമ്മോ, എന്നാ പിന്നെ താൻ പെട്ടെന്ന് വിളി. അവരുടെ ഡാൻസ് കാണാൻ ഈ കുതിയേറ്റ് വയ്യ. അങ്ങനെ ഇങ്ങനെ വിളിച്ചാ വരൂല. എൻട്രി മ്യൂസിക് ഇട്ട ആള് എന്ന് വിളിച്ചോണ്ട് വരണം. എന്നാ താൻ പോയി വിളിച്ചോണ്ട് വാ. ഞാൻ ഇപ്പൊ പോയി വിളിച്ചോണ്ട് വരാം. എന്റെ ദൈവമേ, ഇന്നെങ്കിലും കവിളിമടൽ അടിയിട്ടാലെ വീട്ടിൽ പോയാ മതിയായിരുന്നു. നല്ല കിടുക്കാച്ചി ഡാൻസ് ആയിരിക്കണം. എനിക്ക് നല്ല കിടുക്കാച്ചി വിധിയും പറയാൻ പറ്റിയാ മതിയായിരുന്നു. എന്റെ ഈശ്വരാ. താണ്ട്രാ, ഏതാണ്ട് ഹോട്ടലിൽ നിർത്തിപ്പൊരിക്കാൻ പറ്റുന്ന കോഴി നടന്നു വന്നേക്കും. അർച്ചന പുരുഷോത്തമൻ. എവിടെ? ഞാൻ എടാ സ്വയം പൊങ്ങി. അത് നിനക്ക് നേരത്തെ അങ്ങ് പറയാൻ വയ്യായിരുന്നോടാ. നീ അർച്ചന എന്തുവാ പുരുഷോത്തമൻ. നേരത്തെ അങ്ങ് പറയാനുള്ളതിന് മറ്റൊരു വെറുതെ കൊതിപ്പിച്ച് കളഞ്ഞില്ല. എന്റെ പൊന്നു മാഷെ, നമ്മൾ തന്നെ നമ്മളെ ബൂസ്റ്റ് ചെയ്യണം. വേറെ ആരും നമ്മളെ ബൂസ്റ്റ് ചെയ്യാൻ കാണൂല, മനസ്സിലായോ? ഇവിടെ 1 ലക്ഷം രൂപയുടെ ഡാൻസ് കോമ്പറ്റീഷൻ ഒക്കെ നടത്തുമ്പോ ഈ കലാതിലകം അർച്ചന പുരുഷോത്തമൻ വന്നില്ലെങ്കിൽ എങ്ങനെ ശരിയാവും? കലാതിലകമൊക്കെ കിട്ടിയിട്ടുണ്ടോ? കലാതിലകമൊന്നും കിട്ടിയിട്ടില്ല. അമ്മേടെ പേര് കല, അച്ഛന്റെ പേര് തിലകൻ. അമ്മേടെ പേര് അച്ഛന്റെ പേരും കൂടെ വച്ചപ്പം കലാതിലകം അർച്ചന പുരുഷോത്തമൻ എന്ന് പറഞ്ഞു. അച്ഛനെ അമ്മയെ പറയിപ്പിക്കാൻ വേണ്ടി ഇട്ട പേര് തന്നെ. നിനക്ക് ഡാൻസ് ഒക്കെ അറിയാവോ? പിന്നെ എനിക്ക് ഡാൻസ് ഒക്കെ അറിയാം. പിന്നെ നീ ഇവിടെ ഇന്ന് പൊളിക്കണം. എന്റെ ദൈവമേ, പൊളിയാതിരിക്കാൻ ക്ഷേത്രത്തിൽ പുഷ്പാർച്ചന കൊടുത്തിട്ട് വരുമ്പം ആണ്ട്രാ ഡാൻസ് പൊളിക്കണമെന്ന്. ഓ എടാ, അതല്ല, ഇന്ന് നീ ഇത് അടിച്ച് പൊളിക്കണമെന്ന്. എനിക്ക് 20 സ്റ്റുഡൻസ് ഉണ്ട്. 1 ലക്ഷം രൂപ എനിക്ക് കിട്ടിയില്ലെങ്കിൽ ആ 20 പേരെ കൊണ്ടുവന്ന് ഈ സ്റ്റേജ് ഞാൻ അടിച്ച് പൊളിക്കും ഞാൻ. എടാ, ബ്രഹ്മാവറിയാതെ ഭൂമി വന്ന സ്വയം പൊങ്ങി. അതാണോ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞത്? എടാ, നിന്നെ ഇവിടുത്തെ ഡാൻസ് അടിച്ച് പൊളിക്കണമെന്ന്. അതൊക്കെ ഞാൻ അടിച്ച് പൊളിച്ചോളാം. പിന്നെ നിനക്ക് ഞാനൊരു ഒറ്റമൂലി പറഞ്ഞു തരാം. അതിനെനിക്ക് അസുഖമൊന്നും ഇല്ലല്ലോ. എടാ, അസുഖത്തിന്റെ അല്ല, നിന്റെ ഡാൻസിനെ കുറിച്ചാണ്. അതായത് നമ്മള് കണ്ണെത്തുന്നിടത്ത് കൈ എത്തണം, കൈ എത്തുന്നിടത്ത് മെയ് എത്തണം. എത്തിയില്ലെങ്കിൽ കമ്മറ്റിക്കാർ സ്റ്റേജ് എത്തണം. അനുഭവം ഗുരുവാണ്. എന്നാ നിന്റെ ഒരു ഡാൻസ് എനിക്ക് കാണണം. ഞാൻ ഈ ഒരു ഡാൻസ് കളി. വിധിയിൽ വെന്തുരുകും നീ വ്യഥയുടെ ബലിപീഠമോ, അഴലിൻ മുൾമുന തന്നിൽ നിൻ കഥയൊരു മുനിശാപമോ. അമ്മച്ചിമാരെ കടന്ന് കൂവ. അമ്മച്ചിമാരെ ചുമ്മാ വായി നോക്കിക്കൊണ്ടിരിക്കുക. കൂവ അങ്ങോട്ട്. ഓഡിയൻസിന്റെ ഇടയ്ക്ക് ഒരു അച്ചാറ് ഭരണി എന്ന് കൂവുന്നു. അത് അച്ചാറ് പരിപാടിയൊന്നും അല്ല, എന്റെ ഭാര്യയാ. ഓടരുത് മനുഷ്യ, നിങ്ങളടുത്താണ് പറഞ്ഞത്. ഓടരുത്, ഓടരുത്. എന്റെ ദൈവമേ, ഇതെന്താണ് ഞാൻ കണ്ടമുടി ഓടിക്കോ. ജീവ, മര്യാദയ്ക്ക് അങ്ങേരെ ഇങ്ങോട്ട് വിട്ടോണം. അല്ലെങ്കിൽ ജീവനെ ജീവൻ ഞാൻ ഇന്ന് എടുക്കും. വിട്ട് അങ്ങേരെ ഇങ്ങോട്ട്. എന്റെ പൊന്ന് ജീവച്ചേട്ടാ, നമ്മളൊക്കെ കലാകാരന്മാരല്ലേ? ആണ്, അതുകൊണ്ടാണ് എന്നെ കൊലക്ക് കൊടുക്കാതെ നീ അവിടെ പോ. എന്റെ പൊന്ന് ജീവച്ചേട്ടാ, ഞാൻ ഇവിടെ നിന്നോട്ട്. നീ ഇവിടെ നിക്കണ്ട, എന്റെ ജീവനാണ് ആപത്ത്. നീ ഒരു കലാപം ഉണ്ടെങ്കിൽ നീ ചെല്ല ഇവിടെ പോ. എന്റെ പൊന്ന് ജീവ, ജീവ കലാകാരനാണ്, ഞാനത് സമ്മതിക്കാം. ആയിരിക്കുന്ന 3 പേരും കലാകാരന്മാരാണ്. എല്ലാരും തെളിച്ച ആൾക്കാരാണ്. ആയിരിക്കുന്ന കലാകാരനെ നിങ്ങളടുത്ത് നിർത്തി കഴിഞ്ഞാൽ ഉള്ള പേരും കൂടെ പോവും. മര്യാദയ്ക്ക് ഇങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് വേണം. കല്ലെടുത്തെറിയും, പെട്ടെന്ന് വാങ്ങി. കല്ലെടുത്തെറിഞ്ഞാ ഞാനും തോടി പഴുത്ത മാങ്ങയോ. ആ മാങ്ങയാണോ മൂങ്ങയാണോ ഞാൻ കാണിച്ചു തരാം. വായി ഇങ്ങോട്ട്. എന്റെ പൊന്നു മാഷ, എന്നെ എങ്ങനെയാലും ഒന്ന് രക്ഷിക്കും. ഇത് എന്തുകൂടെ ഇത്? എന്താണോ തന്റെ ഉദ്ദേശം? എനിക്ക് ഈ ഡാൻസിൽ വിധി വരണം, വീട്ടിൽ പോണം. ഓ എടോ, ഞാൻ തന്റെ കാര്യമാണോ പറഞ്ഞ മാറി നിന്റെ ഡാൻസിന് നിനക്ക് അങ്ങനെ തന്നെ വരണം. നിനക്ക് ഇത് പറ്റിയ പെണ്ണുമ്പുള്ളോ? അല്ല, താനാരാ? എന്റെ അടുത്താണോ അതോ അവന്റെ അടുത്ത്? എന്റെ അടുത്ത്. താനാരാ? ഞാനോ? ഞാൻ പ്രശസ്ത ഇന്നത്തെ ഇവിടുത്തെ ജഡ്ജിയായ അരമണ്ഡലം അരവിന്ദ മാഷ്.
അത്രക്കിട്ട് ആട്ടാൻ പേര് അരവിന്ദൻ എന്നല്ലേ, അല്ലാതെ അരകല്ലെന്നൊന്നും അല്ലല്ലേ. ജഡ്ജിയായാലും വക്കീലായാലും അങ്ങോട്ട് മാറിയെന്നോണം. ഇത് ഞങ്ങളുടെ കുടുംബ ആവശ്യം. ഇതിനാണോ മനുഷ്യൻ നിങ്ങൾ വെമ്പായത്ത് എന്റെ വല്യച്ഛനെ കാണാൻ പോവേണെന്നും പറഞ്ഞു പോയത്? ഈ പൊതിച്ച തേങ്ങയുടെ ഫിഗറുള്ള ആളാണോ നിങ്ങളെ വല്യച്ഛൻ? ഡാൻസിന് പോവാന്ന് പറഞ്ഞാ നീ വിടത്തില്ലല്ലോ. എന്റെ പൊന്നു മാഷി അറിയാവോ, ഇവള് പെട്രോൾ പമ്പിന് ജോലിക്ക് പോകുമ്പോഴേ എന്നെ വീട്ടിൽ പൂട്ടിയിട്ടിട്ട് പോകും. വീട്ടിൽ പൂട്ടിയിട്ടിട്ട് പോയി അവനെന്തരാ പാമറെ പട്ടിയാ? എന്നെ എന്തിനാണ് കളിയാക്കിയത്? നിന്റെ പെണ്ണുമ്പിള്ള എന്നെ ആക്ഷേപിച്ച്, അപ്പൊ ഞാൻ നിന്നെങ്കിലും ആക്ഷേപിക്കണ്ടേടാ. അതാണോ മാഷേ ഞാൻ പറഞ്ഞത്? അങ്ങനല്ല, എന്നെ ഇവള് ഡാൻസിനൊന്നും വിടത്തില്ലെന്ന്. എന്റെ പൊന്ന് അരവട്ട് മാഷേ. അരവട്ടല്ല, അരകല്ല് മാഷേ. ഓ ഇങ്ങനെ പേരെന്തോന്നായിരുന്നു? എന്റെ പൊന്നടവേ ഞാൻ പറയാം, അരമണ്ഡലം അരവിന്ദ മാഷ്. അരവെന്തതോ മുഴുവെന്തതോ അതൊക്കെ കിടക്കട്ടെ. അരവിന്ദ മാഷേ, ഈ ഇടയ്ക്കല്ലേ സംസ്ഥാന യൂത്ത് ഫെസ്റ്റിവൽ നടന്നത്? അവിടെ ഞങ്ങൾ രണ്ടുപേരും ചെന്നു. അവിടെ ചെന്നപ്പോ അവിടത്തെ 2 ഗേറ്റിലും ഇയാളെ ഫ്ലെക്സ് ഉണ്ടായിരുന്നു. കേട്ടല്ലോ, അവിടത്തെ 2 മെയിൻ ഗേറ്റിലും ഈ എന്റെ ഫ്ലെക്സ് ഉണ്ടായിരുന്നു. അവിടെ എന്താ എഴുതി വെച്ചിരുന്നറിയാമോ? ഈ ഫോട്ടോയെ കാണുന്ന കല നശിപ്പിക്കുന്നവനെ ഇവിടെ പ്രവേശനം ഇല്ലെന്ന്. അല്ല എന്നാലും ഞാനും ആ സ്റ്റേജിൽ ജഡ്ജായിട്ടുണ്ടായിരുന്നല്ലോ. അവിടെ എച്ചിന് തിന്നാൻ വരെ പട്ടിയെ വരെ കയറ്റിയല്ലോടെ, എന്നിട്ട് നിന്നെ കയറ്റില്ല. അത് മാത്രമാണോ? ഞങ്ങളുടെ നാട്ടില് കേരളോത്സവം നടക്കാറുണ്ട്. അപ്പൊ അവിടത്തെ പഞ്ചായത്തിലെ പ്രസിഡന്റും സെക്രട്ടറിയും എല്ലാം എന്റെ വീട്ടിൽ വന്നിട്ടാണ് ഡേറ്റ് എടുക്കുന്നത്. അത് പിന്നെ കലാകാരൻ വീട്ടിലുള്ളതുകൊണ്ടായിരിക്കും. അയ്യേ, അത് കലാകാരൻ വീട്ടിലുള്ളതുകൊണ്ടൊന്നും അല്ല. ഇങ്ങനെ എന്ന് നാട്ടിലില്ലയോ അന്ന് നോക്കി വേണം അവർക്ക് പരിപാടി നടത്താൻ. അവിടെ ചെന്ന് ഭയങ്കര തുള്ളലാണ്. എവിടെയെങ്കിലും ഒരു 4 ട്യൂബിന്റെ വെട്ടം കണ്ടാൽ ചെന്ന് പറന്നങ്ങ് പോ. പറഞ്ഞു ഞാൻ എന്തുവാടി ഈയലോ? ഓ നിന്റെ നർത്തവോ കൊള്ളത്തില്ല. ഇത്തിരി ഫ്രഷ് സാധനം എന്തൊരു ചെയ്യാനെന്ന് പറയണ്ടോ? തോൽവിയാണ് വിജയത്തിന്റെ മുന്നോടി, അറിയാവോ? 18 വർഷമായിട്ട് ഞാനിത് കേൾക്കുക. തോൽവിയാണ് ജയത്തിനോടുള്ള മുന്നോടി. സ്റ്റേജിൽ നിന്ന് ഇറങ്ങി ഓടണ അല്ലാതെ വേറൊരു മുന്നോടി ഞാൻ കണ്ടിട്ടില്ലേ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഡാൻസ് ഒരു എഡ്യൂക്കേഷൻ ആണല്ലോ, ഒരു വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാണല്ലോ. അതെ. പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ കിടന്ന് അതിനെ ആക്ഷേപിക്കുന്നത്? ഡയലോഗ് ഓർമ്മിപ്പിച്ചാണെന്ന് മനസ്സിലായി. ഇയാൾക്ക് എന്നെക്കാളും എഡ്യൂക്കേഷൻ ഉണ്ട്, വെൽ എഡ്യൂക്കേറ്റഡ്. ഇയാൾക്ക് മര്യാദക്ക് ഒരു ഗവൺമെന്റ് ജോലിക്ക് പോയിട്ട് ടെസ്റ്റ് പാസ്സായി എഴുതി കൂടെ? അല്ല ഇങ്ങനെ എത്ര ക്ലാസ് വരെ പഠിച്ച്? ഞാൻ 8ാം ക്ലാസ് വരെ പഠിച്ചു. 8ാം ക്ലാസ്സിലാണ് ഏറ്റവും വലിയ എഡ്യൂക്കേഷൻ ഇരിക്കണം. ഞാൻ 6ാം ക്ലാസ് വരെ പഠിച്ചോളൂ. അപ്പൊ ഇങ്ങനെ 8ാം ക്ലാസ് വരെ പഠിച്ചില്ലേ? രണ്ടും കൊള്ളാം. ബാക്കി പറ. ഞാൻ കുറെ നേരം കൊണ്ട് ബാക്കി അടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഞാൻ നന്നായിട്ട് ഡാൻസ് കളിക്കും മാഷെ, ഉള്ള കാര്യം ഞാൻ പറയാം. പിന്നെ ഇയാൾ ഡാൻസ് കളിക്കുവോ? അവളെ ഡാൻസ് ഒക്കെ കളിക്കും, ഞാനാണ് വിടാത്തത്. അവള് പിള്ളേരൊക്കെ നോയിക്കൊണ്ടിരിക്കും. നിന്റെ ഒരു ഡാൻസ് എനിക്ക് കാണണം. അങ്ങനെയാണ് കണ്ണോ? ഞാൻ കാണിച്ചു പാട്ടിടറാ. പിന്നെ എന്നെ ഇവിടെ വിധികർത്താവായിട്ടാണ് വിളിച്ചത്. അതെ, അപ്പൊ ഞാൻ ഇതിന്റെ വിധി പറയാം. ഈ ഡാൻസിന്റെ നിനക്ക് എത്ര സ്റ്റുഡൻസ് എന്നാ പറഞ്ഞ്? എനിക്ക് 20 സ്റ്റുഡൻസ് ഉണ്ട്. നാളെ മുതൽ ആ 20 സ്റ്റുഡൻസിനെ ഡാൻസ് പഠിപ്പിക്കാൻ പോകുന്നത് നിന്റെ വെണ്ണമുള്ളയായിരിക്കും. എടാ, നിന്നെ പോലുള്ളവന്മാരാണ് ഇങ്ങനെയുള്ള കലാകാരിമാരെ വീട്ടിലെ അടുക്കളയിൽ ഇട്ടേക്കുന്നത്. ഇനി നാളെ മുതൽ ഇവൾ അടുക്കളയിൽ നിന്ന് അരങ്ങിലേക്ക്, അപ്പൊ ഞാനാ അരങ്ങിൽ നിന്ന് അടുക്കളയിലോട്ട്. ഒരു നല്ല കൈ വരട്ടെ. ഇതാണ് ഞങ്ങളുടെ ലിറ്റിൽ സൂപ്പർ സ്റ്റാർസ്. പ്രചോദേട്ടാ, അനിരുദ്ധേ, സൈന്ധവേ, ദേവലക്ഷ്മി, അടിപൊളിയായിരുന്നു കേട്ടോ. ഉഗ്ര സ്കിറ്റായിരുന്നു. ചിരിച്ചു മറിഞ്ഞെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൗണ്ടറുകൾ എല്ലാം നല്ല രസമായിട്ട് തുടക്കം മുതൽ അവസാനം വരെ ഓരോ സെക്കൻഡിലും ചിരി തരുന്ന ഒരു ഉഗ്ര സ്കിറ്റ് നിങ്ങൾ കളിച്ചു എന്നുള്ള തകർത്ത് കേട്ടോ. അടിപൊളിയായിട്ട് കളിച്ചു. നിങ്ങളുടെ 3 പേരുടെ പെർഫോമൻസ്. ഞാൻ ചിരിച്ചു പോയത് അനിരുദ്ധ് വന്നിട്ട് കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. അതിനുശേഷം വന്ന് വേഷം മാറി വന്ന് കഴിഞ്ഞപ്പം നമ്മുടെ സൈന്ധവ് പറഞ്ഞു, ഏതോ കടയിൽ പൊരിക്കാൻ വെച്ചിട്ട് കോഴി നടന്നു ഇങ്ങനെ നിപ്പുണ്ടായിരുന്നു. വന്നു കഴിഞ്ഞ നടപ്പും അങ്ങനെ അളന്നു മുറിച്ച് നിങ്ങൾ എല്ലാ കാര്യങ്ങളും കൊണ്ടുപോയി എന്നുള്ളത്. എല്ലാ കൗണ്ടറുകളും നല്ല രസമുണ്ടായിരുന്നു. അതിനുശേഷമാണ് നമ്മുടെ നായിക ദേവിലക്ഷ്മി അടിപൊളിയായിരുന്നു. നിങ്ങൾ ഭയങ്കര ആറാടുകയെന്ന് പറയാം കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു.
പിന്നെ ഞാൻ നിങ്ങളെ ഏറ്റവും അധികം അംഗീകരിച്ചൊരു സാധനം, ഒരു സാധനം തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങളത് മാനേജ് ചെയ്യുന്ന പോകുന്നൊരു പരിപാടി. അത് നമ്മുടെ ഇവിടെ കളിക്കുന്ന പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകൾ പോലും ചിലപ്പോൾ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്ന ഒരു സാധനം. നിങ്ങൾ പറ കുറെ നേരമായല്ലോ ഞാനത് പറയാൻ തുടങ്ങിയിട്ട് അത് ഓർമ്മപ്പെടുത്തുക. അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങൾ സത്യം പറയാം, പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് കളിക്കുന്നത് പോലെ നല്ല വൃത്തിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ അതിനടുത്ത് നന്നായിരുന്നു മോനെ കേട്ടോ. നല്ല രസമായിരുന്നു. കാര്യം നീ ഇവരുടെ കൂടെ കൂടിയപ്പോൾ അതിനൊരു കോമ്പിനേഷൻ രസമുണ്ട്. ഇതുപോലെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം കേട്ടോ. ഓഗ്ര ലിറ്റിൽ സൂപ്പർ സ്റ്റാർ അടിപൊളി. ഗംഭീരമായിരുന്നു കേട്ടോ മക്കളെ, ഒരു രക്ഷയില്ലായിരുന്നു. കാര്യം കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് എടുക്കാൻ പറ്റുന്ന ഭാരവേ എടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞില്ലേ. ഇത് കറക്റ്റാണ്. നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ ഭാരമുള്ളൊരു സാധനമാണ് നിങ്ങളുടെ കയ്യിൽ. ഇങ്ങനെയാണ് നിങ്ങളെ നമുക്കിവിടെ ആവശ്യം. ഇതേപോലെ പയർ പോലെ നിന്ന് കളിക്കണം. എന്ത് കൗണ്ടറായിരുന്നറിയോ. ഇവിടുത്തെ ഗ്രൂമിംഗ് സെക്ഷനിൽ ഏറ്റവും കൂടുതൽ അറ്റൻഡ് ചെയ്യുന്ന 3 പിള്ളേരാണ് ഇവര്. അവര് ഇവിടെ നമ്മൾ അങ്ങോട്ട് നടക്കുമ്പോൾ ഇങ്ങോട്ട് നടക്കുമ്പോൾ ഇവരെപ്പോഴും ഇത് തന്നെയാണ്, റിഹേഴ്സലാണ്. 24 മണിക്കൂർ റിഹേഴ്സൽ തന്നെയാണ്. അതിൻ്റെ ഗുണം ഈ സ്റ്റേജിൽ കാണാറുണ്ട് നമുക്ക്. അപ്പം ഇതുപോലെ വേണം നമുക്ക് സാധനങ്ങൾ കിട്ടാനായിട്ട്. ഇതിപ്പം നിങ്ങൾ ലിറ്റിൽ സൂപ്പർ സ്റ്റാർ തന്നെയാണ് കേട്ടോ, യാതൊരു സംശയമില്ല. എന്തായാലും ഇതുപോലുള്ള ഐറ്റങ്ങളുമായിട്ട് ഇനിയും വരിക. 3 പേർക്കും ഓൾ ദ ബെസ്റ്റ്. ഉഗ്രൻ സ്കിറ്റ് എന്ന് പറഞ്ഞാൽ 3 പേരും പൂണ്ട് വിളയാടി മത്സരിച്ചുള്ള ആക്ടിംഗ് ആയിരുന്നു. തുടക്കം തന്നെ നല്ല രസമായിരുന്നു. വേറൊരു കോസ്റ്റ്യൂമിലും ഗെറ്റപ്പിലും ഒക്കെ വന്നിട്ട് അങ്ങോട്ട് തുടങ്ങിയിട്ട് അവിടെ മുതലുള്ള ചിരിയും കാര്യങ്ങളൊക്കെ ഉഗ്രനായിരുന്നു. അത് കഴിഞ്ഞ് ദേവിമോളും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് പൂർണ്ണമായി പൊരിയായിരുന്നു. പിന്നെ അങ്ങോട്ട് 3 പേരും ഒന്നിനൊന്നിന് തകർത്തു. നല്ല തമാശകളുണ്ടായിരുന്നു. നല്ല ക്ലാസ് ആയിരുന്നു. അതെ, നല്ല ക്ലാസ് തമാശകളുണ്ടായിരുന്നു. അത് നിങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്തു എന്നുള്ളതാണ്. ഉഗ്രനായിരുന്നു. 3 പേരും തകർത്ത് പൊളിച്ചടുക്കി. ഓൾ ദി വെരി ബെസ്റ്റ്. എപ്പോഴും ഡൗട്ടുള്ള അനിരുദ്ധ ഈ ഡാൻസ് പഠിക്കാൻ എത്ര മാസങ്ങൾ എടുത്തു? അവൻ 6 പാക്ക് ആയി. അവൻ ചെറുതിലെ മുതലേ അവൻ തന്നെ മണ്ടടിച്ചിരിക്കുക. ഇത് എന്നോട് തന്നെ ആരെ ഉദ്ദേശിച്ച പിന്നെന്താണ് വന്നപ്പോ മുതൽ ജീവച്ചേട്ടൻ നോക്കി പറയരുത് അതെന്താണ് സംഭവം? അതെനിക്ക് മനസ്സിലായല്ലോ. അതെന്താണ് വേറെ തന്നെ ഐറ്റമാ ആണോ? സൈന്ധവേ പറ നീയേ പറയണോ? അല്ലല്ല, എല്ലാവർക്കും ചെറുപ്പത്തിൽ പറ്റുന്ന ഒരു കുഞ്ഞ് അബദ്ധമായിട്ട് തന്നെ കണ്ടാ മതി. എല്ലാവർക്കും അല്ലേ ചെറുപ്പത്തിൽ ഷാജൻ ചേട്ടന് പറ്റിയിട്ടുണ്ട്, നസരിക്ക് പറ്റിയിട്ടുണ്ട്, എനിക്ക് പറ്റിയിട്ടുണ്ട്, പ്രചോദനത്തിന് പറ്റുന്നുണ്ട്. എന്താ നിങ്ങൾക്ക് അറിയണം നിർബന്ധമാ. അറിഞ്ഞാ കൊള്ളാം. അവന് വേറെ അല്ല നീ ഞെട്ടി. അവന്റെ കഥയല്ലേ? അവന്റെ കഥയായാലും അവൻ എന്റെ കഥ പറയും. നമുക്കത് ഒരു ദിവസം പണിഞ്ഞെടുത്തിട്ട് നമുക്ക് വീണ്ടും സമയമുണ്ട്, വേറെ ദിവസം പറയാം. ശരി. ഓക്കെ, ഇപ്പൊ തൽക്കാലം കിറ്റ് സെറ്റ് ആയതിന്റെ സന്തോഷത്തിരിക്കുമല്ലേ? ഓക്കെ, അപ്പോ കൈയോടെ നമുക്ക് മാർക്സ് വാങ്ങിക്കാം. ഓക്കെ, ഐശ്വര്യമായിട്ട് നസീർക്ക് നല്ലതാ. എത്ര മാർക്ക് കൊടുക്കും? ഞാൻ ഒട്ടും കുറയ്ക്കുന്നില്ല. ഒരു 20,000 രൂപ അങ്ങ് കൊടുക്കുക. നസീർക്ക് 20,000 രൂപ കൊടുത്ത് പ്രചോദന ഒട്ടും ഞാൻ കുറയ്ക്കുന്നില്ല. ഞാനും ഒരു 25,000 രൂപ കൊടുക്കും. 45,000 രൂപ. എന്റെ ഷാജോൻ ചേട്ടാ, നിങ്ങളിത് കേൾക്കണം. എനിക്ക് എന്റെ വക വളരെ കുറച്ചല്ലോ. 45,000 രൂപ ഷാജോണെ വിധികർത്താവ് എന്ന നിലയിൽ ഇവിടെ നിന്ന് കൊടുത്തേ പറ്റൂ. ഒരു 5 കൂടി ടമ്പാക്കി കൊടു. ഓക്കെ, എന്നതാ എമൗണ്ട്. സിൽവർ പഞ്ച്, അതും ഗോൾഡ് പഞ്ചിന് വെറും 10,000 രൂപ. 90,000 രൂപ കിട്ടി. പൊളി. അനിരുദ്ധിന്റെ സ്പെഷ്യൽ കൈഡി പോകേണ്ടത് അനിരുദ്ധിനാണ്. തീർച്ചയാണ്. കാരണം അനിരുദ്ധ് വന്ന സ്കിറ്റുകൾ മുതൽ ഇവന്റെ ഫസ്റ്റ് സ്കിറ്റ് മുതൽ നല്ല രസമാണ് മോന്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇത്രയും പെർഫോമൻസ് ആയിട്ടും അനിരുദ്ധിന് സിൽവർ കിട്ടിയിട്ടില്ല എന്നുള്ളതിന്റെ ഒരു കേട് ഈ ഒരു സ്കിറ്റോട് കൂടി മാറി കഴിഞ്ഞിരിക്കുകയാണ്. അത് നല്ല കലക്ക സ്കിറ്റിലൂടെ അടിപൊളി മോനെ. പറയൂ അനിരുദ്ധ് കുട്ട. എന്തോ പറയാൻ നല്ല സന്തോഷമുണ്ട്. ഹാപ്പി. അടിപൊളി. സൈന്ധവേ, എത്രാമത്തെ സിൽവർ? എത്രാമത്തെ? എത്ര? 3. എനിക്ക് വയ്യ. സന്തോഷം. എല്ലാവരും താങ്ക് യു ഉണ്ട്. നമ്മൾ 3 പേരും അർജുനങ്ങൾ, ഗ്രൂമേഴ്സ്, അനന്തൻ ചേട്ടൻ, ശേഷങ്ങള്, ശശാങ്കനങ്ങൾ എല്ലാവരും താങ്ക് യു ഉണ്ട്. എത്ര ഗോൾഡ്, എത്ര സിൽവർ? ഒറ്റ ഗോൾഡ്, 4 സിൽവർ. അടിപൊളി. പറയൂ. സന്തോഷം. ഗ്രൂമേഴ്സിനോട് നന്ദിയുണ്ട്. രാജേഷങ്ങള്, ശശാങ്കനങ്ങള്, അനന്തൻ ചേട്ടൻ,
പിന്നെ അർജുനങ്ങളോട് നന്ദിയുണ്ട്, പിന്നെ ജഡ്ജസിന് നന്ദിയുണ്ട്, ഓഡിയൻസ് കുറെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചതിന് അവർക്ക് നന്ദിയുണ്ട്. ഓക്കെ, അപ്പോ ഇവർക്കൊരു നല്ല കൈഡി. അപ്പൊ നമ്മൾ ഇനി അടുത്ത സ്കിറ്റിൽ ഇതുപോലെ നമ്മളെ അടുത്ത പഞ്ച് വാങ്ങിക്കുന്നു. ഓക്കെ, അപ്പൊ പൊക്കോ, പോകുമ്പോ മറക്കണ്ട, പൊക്കോ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. അടുത്ത ടീം, അടുത്ത സ്കിറ്റ്. സജി ചേട്ടനുണ്ട്, കോവള പ്രസാദ് ചേട്ടനുണ്ട്, കൂടെ ബിജു ചേട്ടനും. ഇത് ഐറ്റം വേറെ. ചെല്ലന്തരികിട ചില്ലന്തപ്പിൽ ചിന്നി ചിന്നി കണ്ണും ചിമ്മും നീ കല്ലും നെല്ലും ഇളക്കിക്കാവിൻ ചില്ലത്തെത്തി ചെല്ലച്ചെറുപൂരം. ഉറുമ്പിന്റെ കടിയും ഫോണിന്റെ വിളിയും. ഹലോ ഹലോ, തോളൂര് ചന്ദ്രൻ. നീ ഇത് എവിടെയാടാ? നിന്നെ കാണാനില്ലല്ലോ. എന്റെ പൊന്നളിയാ, ഞാൻ പെട്ട് കിടക്കണ്. ഇത്ര കാര്യം എന്താടാ? എടാ എന്റെ അളിയ ഈച്ച മധുര നിനക്ക് അറിഞ്ഞൂടാ? ആ മൃഗശാലയിൽ ജോലി ചെയ്യണേ. ആ ഈച്ച മധു. എടാ അളിയൻ ഒരു കയ്യബദ്ധം പറ്റി. എന്തോന്ന്? ഇവിടുന്ന് ഒരു കരടി ചാടിപ്പോയി. 2-3 ദിവസമായി. ഇത് കണ്ട സൂപ്രണ്ട് വഴക്കുറയും, കേസാവും, അളിയനെ ജോലി എന്ന് പറഞ്ഞു വിടും. അതുകൊണ്ട് എന്നെ വേഷം കെട്ടിച്ച് ഈ കൂട്ടിനകത്ത് ഇട്ടൊക്കെയാണ്. എടാ നിനക്ക് ഈ നാണം കെട്ട വേഷം കെട്ടണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നാടേ? എന്റെ പൊന്നളിയാ, വൈകുന്നേരം ഒരു 1000 രൂപയും ഒരു പൈന്റും കാജ പിടിയും തരാന്ന് പറഞ്ഞ്. 1000 രൂപയ്ക്ക് വേണ്ടി നീ അത് ചെയ്യണ്ടായിരുന്നു. ചേട്ടാ അതോടെ ഞാൻ എന്റെ അളിയന് സ്ത്രീധന പൈസ കുറച്ച് കൊടുക്കാണ്ടല്ലോ. അപ്പൊ ഇങ്ങനെയൊക്കെ സഹായം ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ അളി അത് മറന്നാലാ. ഓ അങ്ങനെ. പിന്നെ മാത്രമല്ല, ഇതുപോലത്തെ ഈ വേഷം, ഈ കരടിയുടെ വേഷം കെട്ടിയേ ഒരുപാട് പേര് സിനിമാ താരങ്ങളായിട്ടുണ്ട്. വെറും പുലിയല്ലടാ. എടാ ചിലപ്പോ ഞാനേ ചിലപ്പോ ഒരു സിനിമാ നടനായാലും ഈ വേഷം കെട്ടിയിട്ട്. നീ ഒരു ഉഗ്രം പുലി എന്നളിയാ. എടാ പുലിയല്ലടാ ഞാൻ, കരടി. എടാ കരടി അമ്മയാണ് സത്യം. കരടി സംശയം ഉണ്ടെന്ന് ഇങ്ങോട്ട് വന്ന് നോക്കുന്നേ. വാവളന്നവനെ അഴിച്ച്. എന്തൊരു ചൂടത്. സമ്മതിക്കണം, ഈ കരടിയൊക്കെ എങ്ങനെ ഇട്ടുകൊണ്ട് നടക്കണത്? കരടി ഇട്ടുകൊണ്ട് നടക്കല്ല, കരടി ഒറിജിനൽ അതല്ലേ. അപ്പൊ ഞാനല്ലേ ഇട്ടുകൊണ്ട് നടക്കണത്? ഞാൻ എന്തെന്നൊക്കെ പറയണത്. എന്റെ തിക്കട വിട്ടേക്ക് വീട്ടിലും പോകാനും പറ്റാത്തൊരു അവസ്ഥയായിപ്പോയല്ലോ. നീ വെളിയിറങ്ങിയ പിന്നെ ഞാൻ ജയിലിനകത്താ കിടക്കണത്. ഇടാ അതല്ലെന്ന്. നീ ഇവിടെ സൂപ്രണ്ട് കണ്ടു കഴിഞ്ഞുള്ള അവസ്ഥ എന്താണെന്ന് അറിയാമോ? നീ എന്താ വെളിയിൽ ഇറങ്ങി കിടന്നത്? എനിക്ക് ഭയങ്കര ചൂടെന്ന്. എന്റെ അളിയനായോണ്ട് ഞാൻ ഒരു ഫേവർ ചെയ്യാം. അളിയൻ ഇതിനകത്ത് ഞാൻ ഒരു 1.5 ടണ്ണിന്റെ AC ഫിറ്റ് ചെയ്ത് തരാം. അയ്യോ അളിയാ, AC ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഇടയിൽ കൂടെ കൂളിംഗ് അങ്ങ് പോവും, കാറ്റ് കിട്ടില്ല. എനിക്കൊരു ഫാൻ മതി. ഫാൻ മാത്രമാക്കണേ എന്തിന്? മൃഗശാലയിൽ ഒരു ഫ്രീസർ ഉണ്ട്, അതിനകത്ത് കയറ്റി അടച്ച് നിന്നെ അങ്ങ് സെറ്റ് ചെയ്ത് വെക്കട്ടാ. എന്നിട്ട് ഫ്രീസർ കിടന്നിട്ട് വേണം ഐസ് മൊത്തം എന്റെ ദേഹത്ത് ഉരുവി ഞാൻ ഹിമക്കരടി എന്നും പറഞ്ഞു എന്നെ നേരെ അന്റാർട്ടിക്ക കൊണ്ടുവിടാൻ. എടാ അതല്ലെന്ന്. സൂപ്രണ്ട് കണ്ടു കഴിഞ്ഞാൽ കടിച്ച് തിന്നു കളയോന്ന്. തിന്നളാൻ തലയെ തിന്നണത് അതല്ലെന്നടാ. അത് എന്നെ നിന്നെ സൂപ്രണ്ട് കണ്ണെടുത്താ കണ്ടുകൂടാ. കണ്ണെടുത്ത പിന്നെ എങ്ങനെ കാണും? അല്ലളിയാ, അളിയന് പകരം മുമ്പ് ഒരു രമക്കരടി ഉണ്ടായിരുന്നല്ല. ആ രമക്കരടിക്ക് സൂപ്രണ്ടിനെ കണ്ണെടുത്താ കണ്ടുകൂടാ, സൂപ്രണ്ടിന് രമക്കരടിയെ കണ്ണെടുത്താ കണ്ടുകൂടാ. അങ്ങനെ ആകെ വിഷയമാണി. നീ കേരള കൂട്ടിനകത്ത് പെട്ടെന്ന്. ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് ഇന്ന് വൈകുന്നേരം എന്റെ മക്കളെ ഒന്ന് കാണാൻ പോണം. ഈ മക്കളെ മാത്രം കണ്ടാ മതിയാ? എനിക്ക് മക്കളെ കണ്ടാ മതി. എന്റെ മക്കളെ ഉയിരാണ്, എന്റെ ചങ്കാണ്, എന്റെ എല്ലാം എന്റെ മക്കള്. ഭാര്യ കാണണ്ടേ? ഭാര്യ കാണണം. ആ ഭാര്യ കാണണം. അങ്ങനെ തെളിച്ച് പറയാൻ അങ്ങോട്ട്. അപ്പൊ ഒരു കാര്യം 10 മണിക്ക് എന്നെ വിടണം. രാത്രി ഒരു 12 മണിയാകുമ്പോ അളിയനെ ഞാൻ എന്റെ കാറിൽ അളിയന്റെ വീട്ടിൽ കൊണ്ടാക്കും. താങ്ക് യു. എന്നിട്ട് എന്റെ പെങ്ങ കൊണ്ടാവണ ചീത്ത പേരിന് ആര് സമാധാനം പറയും? എടാ അളിയ 1 മാസം കൊണ്ട് അവിടെ ഇല്ലല്ലോ. അപ്പൊ അളിയനെ അവിടെ നിന്ന് രാത്രി 12 മണിക്ക് വീട്ടിൽ കൊണ്ടാക്കി കഴിഞ്ഞാൽ നാട്ടുകാർ പറയൂലേ, സതിയുടെ വീട്ടിൽ 12 മണിക്ക് ഒരു കരടിയുടെ വരത്തു പോക്കണ്ടെന്ന്. അങ്ങനെ പറയുമ്പോ നാട്ടുകാർ കരടിയെ കല്ലെടുത്തറിയൂലേ. അപ്പൊ എറിഞ്ഞില്ലെങ്കിൽ ഞാൻ എറിയും. എന്തിന്? എന്റെ സഹോദരിയുടെ മാന എനിക്ക് കാക്കണ്ടേ? അപ്പൊ ഒരു കാര്യം ചെയ്യാം, എന്നെ ഒന്ന് ബീഡി വലിക്കാനെങ്കിൽ അങ്ങോട്ട് വിടൂ. എന്റെ പൊന്നളിയ, നീ ബീഡി വലിച്ചു പോരുത്. നീ കഴിഞ്ഞ ആഴ്ച ബീഡി വലിച്ച് 7 കോട്ടാണ് ഞാൻ പുതിയത് വാങ്ങിച്ചത്. എന്തോന്ന്? ബീഡി വലിക്കും കോട്ടിൽ കുത്തി അണയ്ക്കും, ബീഡി വലിക്കും കോട്ടിൽ കുത്തി അണയ്ക്കും. നീ ദൈവീത് ബീഡി വലിക്കല്ലേ. എന്റെ പൊന്നളിയ ഒരു ബീഡി വലിച്ചിട്ട് വരട്ടാളിയാ. നീ അങ്ങാണ്ട പോയിരുന്ന് വലി. അവിടെ ഇരുന്ന് വലിച്ചു കഴിഞ്ഞാൽ നിന്നെ നാട്ടുകാർ കണ്ടുപിടിക്കൂലേ. ഞാൻ കുറ്റിക്കാട്ടിലിരുന്ന് വലിക്കുന്നത്. ആര് പിടിക്കാത്തൊരു സ്ഥലത്ത് ഒളിച്ചിരുന്ന് വലിച്ചല്ലേ. ചെല്ല് ചെല്ല്. ആ കുറ്റിക്കാരൻ പറഞ്ഞതിന് പെട്ടെന്നെങ്കിൽ വരണേ. അയ്യോ ദൈവമേ, സൂപ്രണ്ട് വരണ്ട്. അയ്യോ സൂപ്രണ്ട് വരും. അതെ. ആ സൂപ്രണ്ടാ. ആ സൂപ്രണ്ട് ഫ്രണ്ട് ഉണ്ട്. ആ സൂപ്രണ്ട് ഫ്രണ്ട് ഉണ്ടെന്ന്. സാർ എന്തോ സാറേ പറയണത്? എന്തോന്ന്? സൂപ്രണ്ടാണ്, സൂപ്രണ്ടിന്റെ ഫ്രണ്ട് ഉണ്ടെന്ന്. ഉദയ, ഞാൻ ഇവിടുത്തെ സൂപ്രണ്ടാണോ? ആണ്. ഞാൻ സൂവിന്റെ ഫ്രണ്ട് ഉണ്ടെന്ന് ഫോൺ വിളിച്ച് പറഞ്ഞതാ. അങ്ങനെ പറഞ്ഞാണല്ലേ. പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ മുറമുറ നടക്കുന്നല്ലോ. എല്ലാം നന്നായിട്ട് അവള് വീട്ടിലെ പിള്ളേരെ കാര്യമൊക്കെ നോക്കി കൊച്ചിന് പാലും കൊടുത്ത് ആഹാരമൊക്കെ പാചകം ചെയ്ത് അങ്ങനെ കിടക്കുന്നു. എന്റെ കൊച്ചുങ്ങൾക്ക് പാല് കൊടുക്കാനാണ് ഇവിടെ കരടിയെ വളർത്തുന്നത്. ഈ രമക്കരടി ഇവിടെ കൂട്ടിക്കിടന്ന രമക്കരടി. അയ്യോ കൂട്ടിനകത്തുണ്ടല്ലോ.
ഇല്ലല്ലോ ഉദയ. സാറിന് കാണാൻ പറ്റില്ലേ? ഇല്ല ഉദയ. സാറേ, ഉള്ളത് ഇല്ലാതെയും ഇല്ലാത്തത് ഉള്ളതായിട്ടും കാണുന്ന ഒരു അസുഖം സാറിനുണ്ട്. എനിക്കില്ല. സാറിന് കഴിഞ്ഞ ആഴ്ച മുതലുണ്ട്. എനിക്കില്ലെന്ന്. എന്റെ വീടിനടുത്ത് അങ്ങനെ ഒരാൾക്കൊരു അസുഖം ഉണ്ടായിരുന്നു. അയാൾ മെനഞ്ഞാന്ന് മരിച്ചുപോയി. ആ അസുഖം എനിക്കില്ല. സാറിനുണ്ട്, നോക്കിക്കോ. അയ്യോ, ഒന്ന് വന്ന് പ്രശ്നം കിടക്കണത്. കുട്ടിയുണ്ടാ? ഉണ്ട് ഉദയ, ഉണ്ട്. ഉണ്ട്, അത് തന്നെ പറഞ്ഞത്. ഉണ്ട്. ഓ, അപ്പൊ എനിക്ക് അസുഖം ചെറുതായിട്ടുണ്ടല്ലേ? അസുഖമുണ്ട്. രമേ, എന്തോ എന്തോന്ന്? രമയെ വിളിച്ചത് എന്തിന് എന്തോ എന്ന് ഞാൻ ചോദിച്ചതാണ് സാറേ. ഞങ്ങൾ ഇറങ്ങി പോ, ഇറങ്ങി ചെല്ലി 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 ചെല്ലി. എന്താ സിഗരറ്റ് വലി നിർത്തും. എന്റെ രമ അടിക്കല്ലേ. രമ അടിക്കുന്ന ഓരോ അടി എന്റെ നെഞ്ചിൽ കൊള്ളുമല്ലാണ് തോന്നുന്നത്. അത് ഇപ്പൊ ഞങ്ങൾ തമ്മിൽ ഭയങ്കര ആത്മബന്ധമാണ്. നീയും കഴിഞ്ഞ തമ്മിൽ എന്തോ ആത്മബന്ധം? എന്റെ അളിയനല്ലേ. അളിയനാ? എന്താ പറഞ്ഞ? ഇനി അടിക്കല്ലേ അവലെ. അങ്ങനെയാണ് അടിച്ച് ഞാൻ ശരിപ്പെടുത്തോടെ തന്നെ. നിനക്കറിയാവോ ഞാൻ ഇവിടെ ഇങ്ങനെ അടിക്കാൻ കാരണം എന്തെന്ന് അറിയാമോ? എന്താണ് സാർ അടിക്കാൻ കാര്യം? ഇത് കണ്ട എന്തോ ഇതേ പുളിങ്കുരു അടിക്കി വെച്ചേക്കുന്നതല്ല, എന്റെ മീശയാണ്. എടാ, ഇവിടെ വല്ല കീറിയതല്ലേ. കുഞ്ഞു പ്രായത്തിൽ ഇവിടെ ഈ കൂട്ടിൽ കൊണ്ടുവന്നതാണ്. അപ്പൊ ഞാൻ ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ. അപ്പൊ ജോലിക്കാരൊക്കെ പറഞ്ഞ് പുതിയൊരു കരടി വന്നിട്ടുണ്ടെന്ന്. ഞാൻ നേരെ ഇവിടെ കാണാൻ വേണ്ടി ചെന്നപ്പോ ഇവിടെ കൂട്ടിൽ തിരിഞ്ഞു കിടക്കുക. ഞാൻ വിചാരിച്ചു പുതിയ സോഫ സെറ്റ് നമ്മൾ ചാടി എന്നെ മേളിലിരുന്നു. ഇവിടെ ചാടി തിരിഞ്ഞു വന്നിട്ട് കണ്ണു കടിക്കേണ്ട ഒറ്റ അള്ളലാണ്. അയ്യോ എന്റെ പൊന്നെ, മലപ്പുറം കത്തി പോലത്തെ 5 നഖവാടാവൂതേ അവക്കുള്ളത്. നിനക്കറിയോ, രാത്രി കിടന്ന് ഉറങ്ങാൻ നേരത്തെ എന്റെ ഇളയ ചെറുക്ക എന്റെ നെഞ്ചത്ത് കയറിയിരുന്ന ഹാർമോണിയം വായ്പ ഇപ്പൊ ജോലി. സാറേ, ഇതിനിപ്പോ എന്തോ ചെയ്യും സാറേ ഇത് പൊടിച്ചു വരാൻ? ഇതിപ്പോ പൊടിച്ചു വരാൻ കരടി നെയ്യ് തേച്ചാ നന്നായി. കരടി നെയ്യ് ഓൺലൈനിലൊക്കെ ഉണ്ട്, അല്ലാതെ പിന്നെ നമ്മൾ ദൂരെ കടകളിലൊക്കെ അന്വേഷിച്ച് പോണമല്ലോ. അതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആവൂതേ. ഒറിജിനൽ കരടി നെയ്യ് തന്നെ വേണം. എവിടുന്ന് കിട്ടാൻ സാറേ കരടി നെയ്യ്? ഇവിടെ നിൽക്കല്ലേ സാറേ, ചത്ത കരടി നിന്നാണ് നമ്മൾ നെയ്യ് എടുക്കുന്നത്. ഇല്ല ഇല്ല ഇല്ല, പിന്നെ അല്ലാതെ കരടി നെയ്യ് കിട്ടാൻ വേറൊരു ബുദ്ധിയുണ്ട്. വേറെ എന്തോന്ന് ബുദ്ധി? കരടിയെ ഈഗോ എടുപ്പിച്ചാൽ മതി. കരടിയെ ഈഗോ എടുപ്പിക്കണം? എങ്ങനെ? ഓട്ടോമാറ്റിക്കായിട്ട് നെയ്യ് ഇപ്പൊ കിട്ടണമെന്ന് നോക്കിയോ. ഈഗോ എടുത്തിരുന്നു ഉദയ. ഓ, ഈ കരടി നെയ്യൊക്കെ വെറും വേസ്റ്റ് ആണല്ലേടാ. എന്നാ സാറേ? ഒറിജിനൽ നെയ്യ് എന്ന് പറയുന്നത് നമ്മുടെ പശുവിന്റെ നെയ്യ് തന്നെയാണ്. നല്ല ISI മുദ്രയുള്ള നെയ്യ്, നല്ല കിഴില നെയ്യല്ലേ ഉദയ. എന്നാലും കരടി നെയ്യല്ലേ സാറേ ബെസ്റ്റ്? ഒരിക്കലും അല്ല ഉദയ, പെരുമ്പാമ്പിന്റെ നെയ്യാണ് സൂപ്പർ. മുറിവിനെ വരെ ഒരുമിച്ച് ഒട്ടിക്കുന്നതല്ലേ പെരുമ്പാമ്പിന്റെ നെയ്യ്. എന്നാലും കരടി നെയ്യല്ലേ സാറേ? കരടി നെയ്യ് കൊള്ളത്തില്ല ഉദയ. ഏതായാലും ഈ കൊടിച്ചു തുടങ്ങിയല്ല, നമ്മുടെ പെരുമ്പാമ്പിന്റെ നെയ്യും പശുവിന്റെ നെയ്യും ഓരോ കിലോ വീതം മാക്കണം. ഉദയ ഈ കൊടിച്ചു തുടങ്ങി തോന്നുന്നു. കൊണ്ടുകൂടെ അവന്റെ അണ്ണാക്കി കയറ്റി കൊടുക്കും. ഒപ്പിച്ചത് ഞാൻ ഒപ്പിച്ചെന്നേ. അതെ, എനിക്ക് മെനഞ്ഞാണ് അളി എനിക്ക് തലവേദനക്ക് വിക്സ് എന്ന് പറഞ്ഞേണ്ട, അത് വെളിച്ചെണ്ണ ചാച്ച് മിക്സ് ചെയ്ത് വിട്ടില്ല. കൊണ്ടുകൂടും അവന്റെ വീതി തന്നെ സാറേ. സാർ ഈഗോ അടിപ്പിച്ചപ്പോ താണ്ട നെയ്യ് കിട്ടിയതല്ലേ സൂപ്രണ്ടിന്റെ ബുദ്ധി. ഇത് ഒറിജിനൽ. അപ്പൊ സാറ് നെയ്യൊക്കെ തേച്ച് മീശയൊക്കെ കിളുത്ത് സന്തോഷത്തോടെ വാ, ഞാൻ ഇവക്ക് ആഹാരം കൊടുക്കാൻ സമയം. നീ എടുത്തു കൊടുത്ത തൈരം തേച്ചോണ്ട് അയാൾ ഇപ്പൊ വരും. മീശ പൊടിച്ചില്ലെങ്കിൽ അവസ്ഥ അറിയാലോ. പൊന്നളിയാ, എനിക്ക് എന്റെ വീട്ടിൽ പോണം. എന്റെ ഭാര്യ മക്കളെ എനിക്ക് കാണാം. എന്നൊന്ന് പറഞ്ഞു വിട്. അളിയ 1000 രൂപ എണ്ണി തരികയല്ലേ അളിയ ഡെയിലി? 1000 രൂപ വെച്ച് എണ്ണി തരികയല്ലേ വീട്ടിലോട്ട്? മനഞ്ഞാന്ന് എന്റെ ഭാര്യ വന്നപ്പോ പറയല്ലേ 4 ദിവസം കൂടുമ്പോഴാണ് ഈ 1000 രൂപ തരണേന്ന്. നീ വണ്ടി ചെലവ് വെള്ള ചെലവൊക്കെ ഇല്ലേ? അളിയന്റെ വലിപ്പീര് എനിക്ക് മനസ്സിലായ കേട്ടാ. ഒന്ന് ഉച്ചവരെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാളിയാ. ഉച്ചവരാ വലിയ കാണ്ടാമൃഗത്തിന്റെ വാ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് കയറി തട്ടുകിടുന്ന ആളാണ്. അതല്ലേ ഒന്ന് ഉച്ചവരെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ. കല്യാണം ഉണ്ട്, ഉച്ചയ്ക്ക് ശേഷം ഞാൻ ലീവാണ്. തലേന്നാണ് കല്യാണം, ഞാൻ പോയിട്ട് പെട്ടെന്ന് നീ വരാം. തലയിൽ കല്യാണം, അപ്പൊ നെഞ്ചത്ത് വെച്ചാ ഊണ് കഴിക്കുന്നത്. അതല്ലേ ആ സ്ഥാനത്ത് കയറി ഒന്നും അടിക്കല്ലേ. ഞാൻ കാര്യം പറഞ്ഞ സൂപ്രണ്ട് വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. വിളിച്ച് ഇന്ന് ഉദയമല്ല എന്നെ അസ്തമയമാണ്. അയ്യോ, അടിക്കല്ല സാർ, അടിക്കല്ല സാർ, അടിക്കല്ല എന്റെ പൊന്ന് സാർ, അടിക്കല്ല. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് തൈലല്ലേ എനിക്ക് വന്നത്. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞത്? അയ്യോ, എന്റെ ഉദയ ഇത് ഞാൻ മുഖത്ത് തേച്ചപ്പോഴത്തേക്ക് ഭയങ്കര നീറ്റലും പുകച്ചലും ഒരുമാതിരി വിക്സിന്റെ ഒരു നാറ്റം. അത് സംഭവം എന്താ പറയാ സാറേ, ഈ കസ്തൂരി തൈലം എടുക്കണ എങ്ങനെയാണ്? കസ്തൂരിമാന്റെ ദേഹത്തു നിന്നല്ലേ? അത് ഈ കരടി ഒരു സ്പെഷ്യൽ കരടിയാണ്. ഇതിന്റെ ദേഹത്തു നിന്നല്ലേ വിക്സ് എടുക്കണത്? വിക്സൂരി കരടി. ഇവക്ക് അഹങ്കാരം കൂടുന്നതാണ് ഈ പ്രശ്നത്തിന് കാരണം. അങ്ങ് കൽക്കട്ടയിൽ നിന്ന് ശരി വന്നാൽ ഇവിടെ അഹങ്കാരം അങ്ങ് തീരും. ശരി വന്നാൽ സാറിന്റെ മാമന്റെ മോനല്ല, ഒത്ത ഒരു ആൺകരടി. ഇവക്കിപ്പോ വേണ്ടത് ഒരു കൂട്ട്, ഒരു തുണ, ഒരു കൂട്ടിലൊക്കെയാണ്. ഈ ശരി വന്ന് ഇവൾ ഇവിടെ 5-6 കുട്ടികളൊക്കെ പ്രസവിച്ച് തീരുമ്പോ ഇവിടെ അഹങ്കാരം അങ്ങ് തീരും. കടന്ന് തുള്ളിച്ചാടണം. ശരി വരുമെന്ന് പറഞ്ഞപ്പോ അവളെ തുള്ളിച്ചാട്ടം കണ്ടാ? രമമോളെ, നിനക്ക് സന്തോഷം തന്നെ? എനിക്ക് സന്തോഷമായില്ല.
ഇതാര് പറഞ്ഞത്? ഞാൻ ഡബ് ചെയ്തത്. അല്ലേ ഒന്നുകൂടെ പറഞ്ഞാണ്. എനിക്ക് സന്തോഷമായില്ല. ഒന്നുകൂടെ. എനിക്ക് സന്തോഷമായില്ല. വേറെ വാക്ക് പറഞ്ഞാണ്. എനിക്ക് സന്തോഷമല്ലേ. എനിക്ക് വീട്ടിൽ പോണ ഭാര്യ മക്കളെ കാണണം. രക്ഷപ്പെട്ടു. എന്റെ സൂപ്രണ്ട് എനിക്ക് സന്തോഷം. എന്നെ വീട്ടിൽ പറഞ്ഞു വിട. എനിക്ക് മക്കളൊക്കെ കാണണോ? സത്യം പറ, നീ ആര്? ഞാനാ. ഇതെന്റെ അളിയൻ. അല്ല, ഇതെന്റെ സൂപ്രണ്ട്. ഞാൻ അളിയത് സൂപ്പറുണ്ട്. അപ്പൊ ഇതിന്റെ സുളിയൻ. എന്റെ സൂപ്രണ്ട്. ഇയാൾ അളിയനാണ്. ഇവിടുന്ന് ഇയാൾ അശ്രദ്ധ മൂലം ഒരു കരടി ഇവിടുന്ന് ചാടിപ്പോയി. ഈ കരടിക്ക് പറയും എന്നെയാണ് ഇവിടെ കൊണ്ടിട്ടത്. എനിക്ക് എന്റെ വീട്ടിലെ എന്റെ ഭാര്യ മക്കളെ കാണാൻ എനിക്ക് പോകണം. സാറേ ഒരവത്തെ പറ്റി സാറേ, കരടി എങ്ങനെ കണ്ടുപിടിക്കാൻ കൊണ്ടുവരാൻ എന്റെ അളിയനാണ്. എന്റെ ജോലി തെറിപ്പിക്കല്ലേ. കാലിന്ന് കേട്. ഈ നിസ്സാര കാര്യത്തിലൊക്കെ ഇങ്ങനെ കാല് പിടിക്കേണ്ട കാര്യമുണ്ടോ ഉദയ? ഒരു കരടി ചാടിപ്പോയെങ്കിൽ അത് തിരിച്ചു വരും. സാറേ എനിക്കത് കലമാൻ കണ്ടോ? കലമാനെ കണ്ട്. അത് കലമാനല്ല, പിന്നെ എന്റെ വീട്ടിന്റെ അടുത്തുള്ള കലാമുതി വേഷം കെട്ടി നിർത്തിയിരിക്കല്ലേ. അതുകൊണ്ട് ആ സിംഹത്തിനെ കണ്ട്. കണ്ട് കണ്ട് കണ്ട്. ആ സിംഹം അല്ല, പിന്നെ എന്റെ വല്യച്ഛൻ തന്നെ. അതുകൊണ്ട് ആടുന്ന കുരങ്ങനെ കണ്ട. കണ്ട് കണ്ട് കണ്ട്. അത് ഒറിജിനൽ കുരങ്ങനല്ല, എന്റെ ഭാര്യയുടെ അച്ഛൻ. അയ്യോ. പിന്നെ ദോണ്ട അനങ്കാതെ കിടക്കണ മുതലേ കണ്ട. കണ്ട് 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 കണ്ട്. ആ നിസാര മുതലയൊന്നും അല്ല. ആരത്? വല പിടിച്ച് കിടക്കണ എന്റെ അപ്പൂപ്പൻ. അയ്യോ സത്യം. അപ്പൊ സാറിന്റെ വീട്ടിലെ സകലമാന ചവറുകൾ സാർ ഇവിടെ കൊണ്ട് ഇറക്കി. എല്ലാ ചവറും ഇവിടെ കൊണ്ട്. അപ്പൊ ഇതിനെ മൃഗശാല എന്നല്ല ഇനി വിളിക്കാനുള്ളത്, ചവറുശാല. കോട്ടാ വീട്ടില് ഒരു നല്ല കൈഡി ഷാജൻ ചേട്ടാ. പ്രസാദേ, ബിജു, സജി, കുഴപ്പമില്ലായിരുന്നു. ഈ പറയുന്നത് പോലെ തുടക്കം ഞാൻ കണ്ടപ്പം ഞാൻ വിചാരിച്ചു ഇതൊരു ഗംഭീര സ്കിറ്റിലോട്ട് പോകുമെന്ന് വിചാരിച്ചു. കാരണം എൻ്റെ ഒരുപാട് ഓർമ്മകൾ അറിയാലോ. സജി തന്നെ പറഞ്ഞു ഇത് ചെയ്ത് സിനിമാ നടന്മാരായിട്ടുള്ള ആൾക്കാരുണ്ടെന്ന്. അപ്പോൾ മൈ ഡിയർ കരടി ആയിരുന്നു എൻ്റെ ഫസ്റ്റ് പടം. അങ്ങനെയാണ് ഞാൻ സിനിമയിലേക്ക് കടന്നു വരുന്നത്. മൈ ഡിയർ കരടിയിൽ കരടിയായിട്ട് ഞാനായിരുന്നു അഭിനയിച്ചത്. എന്നെ അടുത്തറിയാവുന്ന കുറേ പേർക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതിൻ്റെ കുറേ ഓർമ്മകൾ വന്നു. പക്ഷെ അത് കഴിഞ്ഞങ്ങോട്ട് പോയിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ലായിരുന്നു. ഒരു സിംഗിൾ തമാശ പോലും, നമുക്കൊരു ചിരി തരുന്ന തമാശ പോലും ഇല്ല എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. അതെന്നെ ഒരുപാട് നിരാശപ്പെടുത്തി. കാര്യം നിങ്ങൾ 3 പേരും ഉഗ്രൻ ആർട്ടിസ്റ്റുകളാണ്. നിങ്ങൾ 3 പേര് അത് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ഇന്ന് എന്ത് പറ്റി, അത് ഒന്ന് വർക്ക് ചെയ്യാൻ പറ്റിയില്ല ആ ഒരു ഇതിൻ്റെ പുറത്ത്. മൈ ഡിയർ കരടി എന്ന് പറഞ്ഞൊരു സിനിമയിൽ കണ്ട അതേ കാര്യങ്ങളൊന്നും അല്ലാതെ വേറൊരു സിംഗിൾ കോമഡി പോലും നമുക്കൊന്ന് ഇങ്ങനെ ചിരിക്കാനുള്ളൊരു സാധനം പോലും ഇല്ലാതായിട്ടാണ് എനിക്ക് തോന്നിയത് പേഴ്സണലി. അപ്പോൾ അതൊരു പക്ഷേ നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കുന്നുകൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അടുത്ത തവണ വരുമ്പോൾ ഗംഭീര പൊട്ടിച്ചിരിയോട്ട് വരാൻ പറ്റട്ടെ. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു? നിങ്ങൾക്ക് തോന്നില്ല തന്നെ ഞങ്ങൾക്കും തോന്നുന്നു. ഞങ്ങൾക്ക് തോന്നിയത് തന്നെയല്ല നിങ്ങൾക്കും തോന്നിയത്. കാര്യം അത് ഇവിടെ നിന്നുള്ള ഫീഡ്ബാക്ക് അറിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും സംഭവം അങ്ങോട്ട് പോകുന്നില്ല, വിൽക്കുന്നില്ല എന്നുള്ളത് മനസ്സിലാകും. സത്യത്തിൽ ഈ ഒരു കണ്ടന്റ് നിങ്ങൾ എടുക്കണ്ടായിരുന്നു. കുറച്ച് മെനക്കെട്ടാലും വേറൊരു സാധനം എടുക്കില്ല. എടുത്തെങ്കിൽ നല്ല നല്ല കൗണ്ടറുകൾ കയറ്റി അത് ഫില്ല് ചെയ്ത് കുറച്ചുകൂടെ ഒന്ന് വെടിപ്പായിട്ട് എടുത്തിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. റിഹേഴ്സൽ ചെയ്തപ്പോൾ നിങ്ങൾക്ക് തോന്നിയോ ഇതിൻ്റെ അകത്ത് കൗണ്ടറുകളില്ല എന്നുള്ളത്? കൗണ്ടർ കുറവായെന്ന് തോന്നുന്നു. സാരമില്ല, അപ്പം ഒന്ന് മാറ്റി പിടിക്കണം. അടുത്ത പ്രാവശ്യം അതിനുവേണ്ടി ഒന്ന് മെനക്കെട്ട്. തിരക്കുകളൊക്കെ ഉണ്ടാവും, കാര്യം സീസണാണ്, എല്ലാവർക്കും പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ട്, മേലാഴികകളുണ്ട്, ഇതൊക്കെ ശരിയാണ്. പക്ഷെ അടുത്ത പ്രാവശ്യം ഇതിനു വേണ്ടി തന്നെ ഒന്ന് മെനക്കെടണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഈ പറഞ്ഞ പോലെ നിങ്ങൾ വന്ന് നിൽക്കുമ്പോൾ കാണുന്നവർക്കൊരു പ്രതീക്ഷയുണ്ട്, ഇത് പൊളിക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. തന്നെയല്ല, സജി കരടിയുടെ വേഷമൊക്കെ ഇട്ട് വന്നപ്പം നമ്മളും ഇനി കരടിയായിട്ടുള്ളൊരു പരിപാടി ഇതിനകത്തുണ്ടാകാം, എന്തെങ്കിലും ഒരു ഹ്യൂമർ പരിപാടിയിലേക്ക് വരും എന്നൊക്കെ പ്രതീക്ഷിച്ചു. പ്രസാദ് എൻട്രിയൊക്കെ കഴിഞ്ഞപ്പോഴും നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഹ്യൂമർ എന്ന് പറയുന്നൊരു സാധനം ഇതിനകത്ത് ഒന്നുമില്ലാതെ പോയി. കൗണ്ടറുകൾ നമുക്ക് ചിരിക്കാനായിട്ട് അങ്ങനെ നിങ്ങൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നു. ക്ലൈമാക്സിൽ ഒരു സാധനം എത്തിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ സംസാരിച്ച് പോകുന്നു എന്നല്ലാതെ ഇതിനകത്ത് കുറച്ച് ഒന്നുമില്ലാതെ പോയി എന്നുള്ളതാണ്. അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കണം. കാര്യം നിങ്ങളിതിന് മുമ്പെല്ലാം പൊളിച്ചടുക്കി സ്കിറ്റുകൾ ഇങ്ങനെ വേറെ ലെവലിൽ കളിച്ചു വെച്ചിരിക്കുന്ന ആൾക്കാരാണ്. അടുത്ത പ്രാവശ്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. 3 പേർക്ക് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പോൾ നസീർക്ക, ഈ സ്കിറ്റിന്റെ മാർക്സ്? ഞാനൊരു 3 മാർക്ക് കൊടുക്കും. 3000 രൂപ. പ്രചോദേട്ടാ? ഞാനൊരു 4 മാർക്ക് കൊടുക്കും. ടോട്ടൽ 7000 രൂപ. ബാലൻസ് അവിടെ ടോട്ടൽ എമൗണ്ട് 10000 രൂപ. ഇത് അറിയാലോ. അപ്പൊ അടുത്ത പ്രാവശ്യം ഉഷാറായിട്ട് വായോ, നിങ്ങൾ വരും. ഓക്കെ ചേട്ടാ, അടുത്ത പ്രാവശ്യം. അങ്ങനെ വാച്ചില്ല, കഴിയാറായില്ലേ? കഴിയാറായി. അപ്പൊ നമുക്ക് പയ്യെ തെറിക്കാം. ഒരുപാട് ചിരിച്ചു, നന്നായിട്ട് പോയി കിടന്നുറങ്ങുക. നാളെ നമുക്ക് പൂർവാധിക ശക്തിയോടെ ഫുൾ എനർജി ആയിട്ട് വന്ന് ചിരിക്കാനുള്ളതാണ്. നമ്മൾ പോകുന്നതിന് മുമ്പ് നമ്മുടെ കോട്ടയം കുടയമ്പടിയിലുള്ള എല്ലാവർക്കും ഒരു നല്ല കൈഡി കൊടുക്കണം. അവിടെ TK മാധവൻ കുടുംബ യൂണിറ്റിൽ നിന്ന് വന്ന എല്ലാവർക്കും ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ സ്നേഹം. നിങ്ങൾ നല്ല ഓഡിയൻസ് ആയിരുന്നു കേട്ടോ, നല്ല ഉഷാറായിട്ട് കൈയൊക്കെ അടിച്ചിരുന്നു. പറഞ്ഞെല്ലാം കറക്റ്റ് ആണല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരുപാട് പൊട്ടിച്ചിരികളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ വരുന്നതായിരിക്കും.
അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം